ഗാന്ധിജിയുടെ കേസ് എടുക്കാം. അതായത് ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഗാന്ധിജി കേസ് വേറെ എടുക്കുന്നു. അയ്യോ, പുതിയ കേസ് എന്നൊന്നും പറയല്ലേ. നിങ്ങളുടെ മൂല്യ പ്രശ്നമാണത്. അല്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ. മൈത്രേയന്റെ പാർട്ട്ണർ, ഞാൻ എന്റെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ആ ബന്ധം ഇല്ലാതാകുന്നത് കൊണ്ടാണ് വേറൊരു ബന്ധത്തിനകത്ത് ഞാൻ പോകുന്നത്. ഒരു കാര്യമില്ലാത്ത കരച്ചിലുകളാണ് 80%. അല്ലാതെ റിയൽ അല്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ എല്ലാവരും സ്വർഗത്തിലും നരകത്തിലും പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരെല്ലാം സ്വർഗത്തിൽ പോകും. അതറിയുമ്പോൾ പിന്നെ മരിക്കുമ്പോൾ കരയുന്ന എന്തിനാ? എന്താണ് മൈത്രേയന് ഒരു വട്ടം പോലും വിഷമം തോന്നിയിട്ടില്ലേ? എന്ത് വിഷമം? മറ്റൊരാൾ അല്ല, എന്റേതായ ഒരാൾ. എന്റേതായതല്ല, അതാണ് ഇത് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. സ്വർഗവും നരകമൊക്കെ ഉണ്ടോ? അല്ല, അത് വേറെ കാര്യം. അത് എനിക്കില്ല, അത് ഇല്ലെന്ന് അറിയുന്ന ആളാണ്, അത് വേറെ. പക്ഷെ ഇത് ഭയങ്കര വിശ്വാസികളാണ്. ഇതിനകത്ത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവത്തിനെ പൂജിച്ച് സ്വർഗത്തിൽ പോകാനായിട്ടിരിക്കുന്ന പാർട്ടികൾ മരിക്കുമ്പോൾ കരയേണ്ട കാര്യമുണ്ട്. ഈ ഉച്ചനീചത്വങ്ങളും ജാതി വെറിയും അതൊക്കെ ഇല്ലാതായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വേടന്റെ ഒരു വിവാദം ഭയങ്കര തെറ്റാ. നിങ്ങളത് ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ തെറ്റാ പറഞ്ഞത്. പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ലോകം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അല്ല, പാദപൂജ എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ തൊഴി വെച്ച് കൊടുക്കണവനൊക്കെ എന്തൊരു അസംബന്ധമാണ്. ആ സ്കൂളൊക്കെ പൂട്ടേണ്ടതാണ്, നടപടി എടുക്കേണ്ടതാണ്. ധൈര്യമില്ലാത്ത ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതിരിക്കുന്നത്. ക്ലാസ് റൂമിനകത്ത് സയൻസ് പഠിപ്പിക്കുമ്പോൾ എവലും പഠിപ്പിക്കണം. രാവിലെ എണ്ണീറ്റിട്ട് പ്രാർത്ഥനയാണ്, ദൈവം രക്ഷിക്കും, ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രാകൃതമായ ലോകമാണ്. ജനിതകമൊക്കെ അറിഞ്ഞുവിടാത്ത കാലത്തുണ്ടായതാണ് ഈ മതവിശ്വാസമൊക്കെ. അതൊക്കെ എടുത്ത് തോട്ടിക്കളയണം. അത് മതി. അപ്പോഴാണ് നല്ല പ്രണയവും ഉണ്ടാവുള്ളൂ. ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആള് നമ്മുടെ കൂടായ നമുക്ക് കൊള്ളാം. അപ്പോൾ നമുക്ക് നല്ല പ്രണയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? ആ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയും കൂടെ ചേർത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ ഒരു 6-7 വർഷമാണ് നമുക്ക്. എന്ന് പറഞ്ഞാൽ 1-2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെയാണ്. പിന്നെ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയെ ഒരു സീക്ക് നമുക്കുണ്ട്. കാരണം ഒരേപോലെ കുഞ്ഞുങ്ങൾ ആളുകൾക്കുണ്ടാകുമ്പോൾ ഒരു മൈക്രോബ് ഒരു വൈറസോ ബാക്ടീരിയയോ വന്നാൽ എല്ലാത്തിനെയും കൊല്ലും. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ആവശ്യമായിട്ട് വരുന്ന കാരണം കൊണ്ടാണ് വേറെ ആളുകളോട് പ്രണയമൊക്കെ തോന്നുന്നത്. ആളുകൾ തമ്മിൽ പിരിയുകയൊക്കെ ചെയ്യാം. അല്ലാതെ ഈ ജീവിതകാലം മുഴുവൻ ദൈവം ചേർത്തതാണെന്നൊക്കെ പറഞ്ഞുള്ള കഥയൊക്കെ പഠിപ്പിക്കായിരുന്നു. മ്യൂച്വലായിട്ട് ഈ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവരായിട്ടിരിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി മാറി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിരിയാം. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിനാണ് മ്യൂച്വൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. പിണങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. ഇന്നാണെങ്കിൽ വക്കീലന്മാർ പറഞ്ഞു കൊടുക്കും മറ്റവൻ ഭയങ്കര ഭീകരനാണെന്നൊക്കെ നിങ്ങൾ എഴുതണം, എന്നാലേ ഈ വക്കീൽ ജഡ്ജി തരുത്തുള്ളെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഈ ആദ്യത്തെ വക്കീൽ നോട്ടീസ് കിട്ടുമ്പോൾ എല്ലാവരും തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെയാണോ ഇവർ എന്നെ പറ്റി വിചാരിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കുകയെ. പിണങ്ങി എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ എഴുതാവോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഡൈവേഴ്സ് കിട്ടാൻ വേണ്ടി എഴുതുന്ന വരികളാണ്. ഇതൊക്കെ നമ്മൾ ഇതുപോലെ അറിയണം. അപ്പം ഈ വക്കീൽ എങ്ങനെങ്കിലും ഡൈവേഴ്സ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വരിയൊക്കെ എഴുതുന്നത്. അതൊന്നും നമുക്ക് തന്നെ പ്രശ്നം തോന്നും. കാരണം നമുക്ക് അയാളുമായിട്ട് ജീവിക്കാൻ വയ്യ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായി. പക്ഷേ അയാളെ മോശമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പുറത്തിരിക്കുന്ന ആളിനെ. അത് ആണായാലും പെണ്ണായാലും അവരെ ഡിഗ്രേഡ് ചെയ്യുന്ന നിലവാരത്തിൽ ഒരു എഴുതേണ്ട ആവശ്യം, ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു പിരിയണം. വളരെ നന്നായിട്ട് നമുക്ക് പിരിയാൻ പറ്റും. വേണമെങ്കിൽ സെലിബ്രേഷൻ വരെ ആകാം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അങ്ങനെ ചെയ്യുന്നത് മൂച്ചിന് ചെയ്യുന്നതാണ്, അറിഞ്ഞ് ചെയ്യുന്നത് പോലെ ആകേണ്ടത്. ഇപ്പോഴതൊരു കോമഡി പോലെയാണ് ആൾക്കാരത് കാണുന്നത്. ഞാൻ പറയുന്നത് കല്യാണം കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള കെമിസ്ട്രി തീർന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുന്നതാണ്. ഇത് ആരെങ്കിലും ഒരു കുറ്റമൊന്നുമല്ല, ആരെങ്കിലും മോശമായതുകൊണ്ടൊന്നുമല്ല. എല്ലാവരും വിചാരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ആളുകൾ തമ്മിൽ സ്നേഹം, അങ്ങനെ സ്നേഹം നമുക്ക് ഇഷ്ടത്തോടെ. നമ്മളിപ്പോൾ അമ്മയും അച്ഛനെയും ഇഷ്ടപ്പെടുന്നത് അവരുമായിട്ട് പ്രണയം ഉണ്ടായിട്ടല്ലല്ലോ. അത്തരത്തിലുള്ള ബന്ധങ്ങളെ പിന്നെ നിൽക്കൂ. അത് ഇതുപോലെ അറിയണം. നമുക്ക് പിരിയുന്ന ആളുകളായിട്ട് സുഹൃത്തുക്കളായിട്ട് തുടരാൻ പറ്റും. അല്ലാതെ അവരുമായിട്ട് പിണങ്ങി തോക്കും പിടിച്ച് നടക്കണ്ട. ഇപ്പൊ ആണെങ്കിൽ പിരിഞ്ഞവർ തമ്മിൽ പിന്നെ കാണാൻ പറ്റാത്തത്രേ ആകുന്നു. മേലെ നിങ്ങളെ എനിക്ക് ഇനി ഒരിക്കലും കാണാൻ ശത്രുക്കളായി. എന്നിട്ട് അതിന്റെ സിനിമ എടുക്കും, ബന്ധുക്കൾ മിത്രങ്ങൾ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട്. വല്ല കാര്യമുണ്ടോ? അതിന് പകരം നമ്മളീ പറയുന്നത് പോലെ നമ്മൾ എക്വിപ്ഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തമ്മിലുള്ള അടുപ്പം കുറയുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അത് മേക്കപ്പ് ചെയ്യാനായിട്ടൊക്കെ വേണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു നോക്കാം. അപ്പോഴും അത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു എന്ന് മനസ്സിലായി പിരിയുന്നവരായിട്ട് മാറുന്നതാണ്
ജീവിതത്തിനും ജീവനും നല്ലത്. ഒരു ഹെൽത്തി റിലേഷൻ. കുട്ടികൾക്ക് പോലും അങ്ങനെ നല്ലതായിട്ട് തോന്നും. ആളുകളെന്നും പറയും അച്ഛനും അമ്മയും ആരാന്ന് അറിഞ്ഞുകൂടാതെ കുട്ടികൾ വളരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. പല അച്ഛന്മാരും പല അമ്മമാരും ഒക്കെ ആയിട്ട് രണ്ടച്ഛന്മാരെ കിട്ടി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയും. കാരണം അമ്മയ്ക്ക് പുതിയ ഒരാളുമായിട്ട് ബന്ധമുണ്ടായി, ആ അച്ഛനും ഉണ്ട്, പഴയ അച്ഛനും ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു കുട്ടികളെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. ഈ നാട്ടിലുള്ള കോന്തന്മാരും കോന്തികളും ഇതൊക്കെ മോശമാണെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് കുട്ടിക്ക് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ വീട്ടിനകത്ത് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന മക്കളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ വാല്യൂ കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഓ, നിൻ്റെ അമ്മ നിന്നെ കളഞ്ഞേച്ചങ്ങ് പോയി, ഇങ്ങനൊരു വരി അങ്ങ് അടിക്കും. നിൻ്റെ അച്ഛന് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ തരത്തിലുള്ള പഴഞ്ചൻ മൂല്യബോധം ഈ കുട്ടികളിൽ പറഞ്ഞിട്ടാണ് അവർക്ക് ആദ്യത്തെ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങുന്നത്. മറ്റേതങ്ങനല്ല. അവർ നല്ല നല്ല ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. പിണങ്ങുന്നില്ലല്ലോ, പിരിയുന്നേ ഉള്ളു. അത് ജോലി ചെയ്യാനായിട്ട് ഗൾഫിൽ പോകുന്ന വടക്കേ ഇന്ത്യയിൽ ജോലിക്ക് പോകുന്നവർ ഇവിടെ കണ്ട് അച്ഛനിട്ടിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടോ? ഒന്നും നോക്കുന്നില്ല. കാശ് അയച്ചു കൊടുക്കുന്നേ ഉള്ളു. ലിറ്ററലി ഇല്ല വീട്ടിലേ. 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ചില പാർട്ടികൾ വരുന്നത്. അപ്പോഴും നമ്മൾ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നതെന്ന് വിചാരിക്കുന്നവർ മാത്രമാണ്. ഇപ്പോൾ അമ്മമാർ നഴ്സുമാരായിട്ട് പോയി യൂറോപ്പിൽ പോകുന്നവർ അവരെങ്ങനെ ഈ കുഞ്ഞിനെ നോക്കും? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ലോകം മാറിപ്പോയി. ലോകത്തിൻ്റെ അകത്ത് വ്യവസായവൽക്കരണം വന്ന് ആളുകൾ വിദ്യാസമ്പന്നരായി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരായി മാറിയുണ്ട്. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക മേഖലയിലുള്ള വർക്കാണ്. അത് രണ്ടുപേര് ചെയ്യുന്ന പണിയൊന്നുമല്ല. രണ്ടുപേരും ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൈത്രേയൻ രജനീഷ് ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അതാണ് ഞാൻ ഇനി ചോദിക്കുന്നത്. അതായത് മൈത്രേയന് മറ്റൊരാളോട് പ്രണയം ഉണ്ടായിരുന്നപ്പോൾ ജയശ്രീക്ക് അതിൽ വിഷമമുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ആ വിഷമത്തെ സാദൃശ്യപ്പെടുത്തിയത് ഒരു പങ്കാളി. ആ പങ്കാളിയിൽ ഒരാൾ വിദേശത്ത് ജോലിക്ക് പോയപ്പോൾ അവരുടെ ഭാര്യ അനുഭവിച്ച വിഷമത്തോടും പിന്നെ അതേപോലെ ഒരു കുട്ടി തുടർ വിദ്യാഭ്യാസത്തിന് പുറത്തു പോയപ്പോൾ അവരുടെ പാരൻസ് അനുഭവിക്കുന്ന ആ ഒരു സങ്കടത്തോടും സാദൃശ്യപ്പെടുത്തിയത് എനിക്ക് മനസ്സിലായില്ല. അത് രണ്ടും ഒരേ വിഷമാണ്. എന്താണ് അല്ല എന്ത് വ്യത്യാസം ഉണ്ടാകുന്നത്? നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് ഗൾഫിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഉണ്ടോ കെട്ടിപ്പിടിച്ച് കിടക്കാനോ അവരുടെ കൂടെ ജീവിക്കാനോ? ഒന്നുമില്ല. എം ടി ആയ ആൾക്കാർ എന്തുമാത്രമേ. ശരിക്കും പറഞ്ഞാൽ ഗൾഫ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള രോഗം പോലും ഈ സൈക്കോളജിസ്റ്റുകളുടെ ഇടയിലുണ്ട്. പക്ഷെ ആ രണ്ട് വിഷമങ്ങൾ എങ്ങനെയാണ്? എന്താണ് അങ്ങനെ അല്ലാന്ന് പറയുന്നത്? ഒരു കുട്ടി പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ പഠിക്കാൻ പോകുന്നത് ന്യായമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മറ്റത് അന്യായമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മൂല്യ പ്രശ്നമാണത്. അല്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ. മൈത്രേയന്റെ ഞാൻ എന്റെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ആ ബന്ധം ഇല്ലാതാകുന്നത് കൊണ്ടാണ് വേറൊരു ബന്ധത്തിനകത്ത് ഞാൻ പോകുന്നത്. അതെ. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ആ പാർട്ട്ണർ അനുഭവിക്കുന്ന പാർട്ട്ണർ ഭയങ്കര വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. പാർട്ട്ണർക്ക് വേറെ ആൾക്കാരെ ഇതുപോലെ തന്നെ സ്വീകരിക്കാവുന്നതാണ്. എന്താ പ്രശ്നം? നിങ്ങളിത് അത് എന്തോ തെറ്റാണെന്ന് വിചാരിക്കുന്നതാണ്. ഈ തെറ്റ് വിചാരിക്കുന്ന ബോധം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ല, ഞാൻ തെറ്റെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ആ രണ്ട് വിഷമത്തെയും ഒരുപോലെയാണ്. അല്ല, വിഷമം വേറെ ആകുന്നത് എങ്ങനെയാണ്? ഭർത്താവിനും മറ്റല്ല ഞാൻ പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതിന് പഴയ മൂല്യം കൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. മറ്റൊരാൾക്ക് വിഷമം അങ്ങനെയാണെങ്കിൽ വിഷമം ഉണ്ടാക്കാതെ ജീവിക്കാൻ രണ്ടുപേരും ഒരിടത്ത് തന്നെ ഇരിക്കേണ്ടി വരും. പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഇയാൾ എവിടെ പോയി കിടക്കുകയാണ്, ജോലി ചെയ്യുകയാണ്, ഗൾഫിലാണ് എന്ന് പറയുന്ന കാരണം കൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കത്തില്ല. നമ്മൾ ആധുനിക ജനാധിപത്യപരമായിട്ടുള്ള ആളുകളായി മാറാതെ ഉണ്ടാകുന്ന ദുഃഖം. അമ്മയെ ഇപ്പം മക്കള് വീട് വിട്ടു പോയി ജോലിക്ക് പോകുമ്പോൾ അമ്മയും അച്ഛനും ഇരുന്ന് പറയും ഞങ്ങൾ വളർത്തിയ കുട്ടികൾ ഞങ്ങളെ കളഞ്ഞേച്ചു പോയി എന്ന് പറയുന്ന അവരെങ്ങനെയാണ് അതിന് ഉത്തരവാദിയാകുന്നത്? ഇവർ എന്തിനാ സ്കൂളിൽ വിട്ടത്? അങ്ങനെയാണെങ്കിൽ കളഞ്ഞു പോകുന്നത് എന്നല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായാലും ഒരു അവര് വിഷമിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ആളുകൾ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവരുടെ വിഷമം മാറാൻ വേറെ ആളുകളുമായി അവർ റിലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒറ്റപ്പെട്ടു ഈ വീടുകളിൽ മുഴുവൻ ഈ അമ്മയച്ഛന്മാരും ഇരിപ്പാണ്, കാത്തിരിക്കുകയാണ് മക്കള് തിരിച്ചു വരത്തില്ല ഒരിക്കലും. അതേ സമയത്ത് അവർക്ക് ചുറ്റുപാടുമുള്ള മറ്റുള്ള മനുഷ്യരുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പകരം പട്ടി കടിക്കുമെന്ന് പറഞ്ഞ ഇത് എഴുതി അകത്ത് കയറി കുറ്റി അടിച്ചിരുന്നിട്ട് എന്നെ ആരും നോക്കാനില്ലെന്ന് പറയുന്ന അതേ വിഷമത്തിനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതില്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ കാരണമാണ് അവർക്ക് വിഷമം ഉണ്ടാകുന്നത് അല്ല. അവർ ജീവിതത്തിനെ മനസ്സിലാക്കുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണ് വിഷമം ഉണ്ടാകുന്നത്.
അപ്പൊ ഇതേപോലെ അതേപോലെ ജയശ്രീക്ക് ആയിരക്കണക്കിന് മനുഷ്യർ ലോകത്ത് ഇപ്പൊ ജയശ്രീ ഒരു പ്രശ്നമില്ലാതെ അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. എന്താണ് മൈത്രേന് ഒരു വട്ടം പോലും വിഷമം തോന്നിയിട്ടില്ലേ? എന്ത് വിഷമം? മറ്റൊരാൾ അല്ല, എന്റേതായ ഒരാൾ എന്റേതായതല്ല. അതാണ് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങളുടെ വസ്തുവായിട്ട് മാറുന്നതുകൊണ്ടാണ് വല്ലവനും അടിച്ചോണ്ട് പോകുന്ന പോലെ തോന്നുന്നത്. വസ്തുക്കളല്ല, രണ്ട് മനുഷ്യരാണ്. നമ്മൾ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. രണ്ടു പേർക്കും കൂടെ ചേർന്ന് ചെയ്യുന്ന ജുഗൽബന്ദി പോലെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ആ രസം പോകുമ്പോൾ ആർക്കെങ്കിലും അത് പരിഹരിക്കാൻ പറ്റത്തില്ല. പഴയകാല ബോധം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ദുഃഖമാണ്. ആ ഒരു സമയത്ത് എന്റേതാണെന്ന് തോന്നിയിട്ടില്ലേ? എന്ത് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് എന്റേതാണെന്ന് ഒരാൾ എന്റേതാണെന്നുള്ളതല്ല, ഈ വികാരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുള്ള അറിവും കൂടെ പഠിക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുത്ത ആൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നുന്നുണ്ടാകുന്ന വികാരം മാത്രമാണ്. ഒരു നഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കണം. ഇപ്പൊ ജോലിക്ക് പോകുന്ന മകൻ എന്നെ കളഞ്ഞേച്ച് പോവുകയാണെന്ന് ഒരു അമ്മ ഇരുന്നിട്ട് എങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 കൊല്ലം മുമ്പ് വരെ കരച്ചിലായിരുന്നു. വടക്കോട്ട് പോകുമ്പോഴേ. ഇന്ന് ആരെങ്കിലും എവിടെങ്കിലും നിന്ന് നിങ്ങൾ കരയുന്നത് കാണുന്നുണ്ടോ? എയർപോർട്ടിലൊക്കെ ആൾക്കാർ എല്ലാവരും ചിരിച്ചും പറഞ്ഞിട്ട് ടാറ്റായും പറഞ്ഞ് നിൽക്കുക ചെയ്യുന്നത്. കാരണം ഇത് മനസ്സിലായി മക്കൾ വേറെ ജോലിക്ക് പോകുമെന്നൊക്കെ. മറ്റേതങ്ങ് ഈ ചെങ്ങന്നൂരൊക്കെ ഞാനിങ്ങനെ വരുന്ന സമയത്ത് തിരുവല്ല ചെങ്ങന്നൂരൊക്കെ ട്രെയിൻ ഇങ്ങനെ വരുമ്പോഴത്തേന് കൂട്ടക്കരച്ചിലവിടെ. ഇന്ന് നമുക്കൊരു നിമിഷം ഓക്കെ ഇപ്പം കേട്ടത്, ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷനാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു കത്തയച്ചാൽ 4 ദിവസം കണ്ടാൽ കിട്ടുന്നത്. അതൊക്കെ കൊണ്ട് കുറച്ച് കരയുകയൊക്കെ ചെയ്യാം എന്നെങ്കിലും വിചാരിക്കുക. ഒരു കാര്യമില്ലാത്ത കരച്ചിലുകളാണ് 80%. അല്ലാതെ റിയൽ അല്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ എല്ലാവരും സ്വർഗത്തിലും നരകത്തിലും പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരെല്ലാം സ്വർഗത്തിൽ പോകും. അതറിയുമ്പോൾ പിന്നെ മരിക്കുമ്പോൾ കരയുന്നത് എന്തിനാ? സ്വർഗവും നരകമൊക്കെ ഉണ്ടോ? അല്ല, അത് വേറെ കാര്യം. അത് എനിക്കില്ല, അത് ഇല്ലെന്ന് അറിയുന്ന ആളാണ്, അത് വേറെ. പക്ഷെ ഇത് ഭയങ്കര വിശ്വാസികളാണ്. ഇതിനകത്ത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവത്തിനെ പൂജിച്ച് സ്വർഗത്തിൽ പോകാനായിട്ടിരിക്കുന്ന പാർട്ടികൾ മരിക്കുമ്പോൾ കരയേണ്ട കാര്യമുണ്ടോ? ഞാനീ പറയുന്നത് ഇത് മനുഷ്യർ ജീവിതത്തിനെ മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ആ പറയുന്ന വികാരങ്ങളെല്ലാം ഉള്ളത്. വികാരങ്ങൾ വരും, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലോട്ട് നോക്കുമ്പം അത് മാറും. അത്രയേ ഉള്ളു. എല്ലാ കരച്ചിലും എല്ലാ ദുഃഖങ്ങളും. ഭർത്താവ് മരിക്കുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ ഭയങ്കര ദുഃഖിച്ച് തൂങ്ങി പിടിച്ചിരിക്കുന്ന ആൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നില്ലേ? അപ്പോൾ എന്തു പറ്റി? അപ്പോൾ ഈ മരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനമല്ലേ. മക്കൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടടിച്ച് ചാകത്തില്ലേ? ആത്മഹത്യ ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ? അങ്ങനൊന്നുമല്ല. ജീവിതത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖം മോശമായതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഈ നമ്മൾ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്നവർക്ക് ആഴത്തിൽ അത് പതിക്കാതിരിക്കാൻ പറ്റും. നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതവും ലോകത്ത് കാണത്തില്ല. അതങ്ങനെയുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ ബസ് മിസ് ചെയ്യാലും ഇതുപോലെ തന്നെ വിഷമിക്കും. ജീവിതം പാഴായതുപോലെ തോന്നും. അതൊക്കെ നമ്മൾ അനുഭവിക്കും. ഇത് മോശമായ കാര്യമാണെന്ന് അങ്ങനെയൊന്നുമല്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ മതി, നല്ല പാടുപെടും. കാര്യം പ്ലെയിൻ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോവും, വിസ തീരും, ജോലി പോവും, ഭയങ്കരമായിട്ട് വിഷമിക്കത്തില്ലേ? അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ഉണ്ടായതിനെ പറ്റി അതിനെ കുറ്റപ്പെടുത്തി വെടിവെക്കേണ്ടി വരും, ഇല്ലേ? അങ്ങനെ മാത്രമല്ല, ഇത് ഉത്തരവാദിത്തമുള്ള ആൾ ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ട് മാത്രം പറയുന്ന ന്യായം മാത്രമാണ്, അല്ലാതല്ല. നമ്മൾ ജീവിതം മനസ്സിലാക്കാമെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള കെമിസ്ട്രി തീരും. അതാരും പറഞ്ഞിട്ടൊന്നുമല്ല. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വയ്യാന്ന് അറിയുമ്പോഴും വേറൊരാൾ അവിടെ താമസിക്കാനോ വരാനോ സമ്മതിക്കത്തില്ല. അത് കുടുങ്ങിയ സ്ഥലമാണ്. നമ്മൾ കെട്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. 2 മുറി കിടന്നുറങ്ങുന്ന പാർട്ടികളാണ് ഈ വിഷമിക്കുന്നത്. തമ്മി കണ്ട കീരിയും പാമ്പും എന്നൊക്കെ പറയുന്ന നിലവാരത്തിലാണ്. ഈ ഡൈവേഴ്സ് കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായതാണോ? എന്തൊക്കെയാണ് അവിടെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന വികാരങ്ങളെല്ലാം തന്നെയും നമ്മൾ എക്സാജറേറ്റഡ് ആക്കുന്ന ഒരു സ്ഥലമുണ്ട്. നേരത്തെ പറഞ്ഞല്ലേ, നിന്റെ അച്ഛൻ മരിച്ചുപോയി, നീ ഓർഫനാണെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മളെ ഒരു ആവശ്യമില്ല. ലിറ്ററലി ഞാൻ പറഞ്ഞിട്ട് വളർത്തുന്ന അവർ പുറത്ത് പോയി ജോലി ചെയ്തിട്ട് പണം അയക്കുന്ന അച്ഛന്മാർ ഒരിക്കലും ഈ മക്കളുടെ ജീവിതത്തിൽ ഇല്ല. ഇനി നാട്ടിലുണ്ടായി പോലും രാവിലെ ഇറങ്ങി പോയിട്ട് രാത്രി വരുന്നവരായിരിക്കും കൂടുതൽ. ജോലിക്ക് പോകുന്നവരല്ലേ, അപ്പോഴും കുട്ടികളെ നോക്കുന്നുണ്ടാകത്തില്ല. ഇതൊക്കെ നമ്മൾ ബിൽറ്റ് ചെയ്ത് നമ്മൾ ഊതിപ്പെരിപ്പിച്ച് അനുഭവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ റിയൽ അല്ല. നിങ്ങൾ ഈ പറയുന്ന ദുഃഖം അനുഭവിച്ച ജയശ്രീക്ക് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താ കുഴപ്പം?
എന്താ കുഴപ്പം എന്നാ എൻ്റെ ചോദ്യം, എന്താ കുഴപ്പം? സിനിമ കണ്ടിട്ട് നിങ്ങൾ കരയുമ്പോൾ ഞാൻ ഇനി മേലെ സിനിമ കാണരുത് അങ്ങനെയാണെന്നാ പറയുന്നത്. നമ്മൾ ഏങ്ങലടിച്ച് കരയത്തില്ലേ? കാശ് കൊടുത്തിട്ട് കരയായിരുന്നു. ഞാൻ പറയുന്നത് മനുഷ്യർ ദുഃഖിക്കുകയൊക്കെ ചെയ്യും, എല്ലാ പിരിച്ചിലിനകത്തും ദുഃഖമൊക്കെ അനുഭവിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് അത് അത്ഭുതകരമായ എന്തോ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണെന്നുള്ള ചർച്ച ചെയ്യേണ്ടത്. അത് പരസ്പരം ഞാനും ചേച്ചിനും തമ്മിൽ കൂട്ടായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ സങ്കടപ്പെട്ട ആള് എന്നെ കളഞ്ഞിട്ട് പോണ്ടേ, ഇനി മേലെ ഈ പെരയ്ക്കകത്തോട്ട് വരണ്ടെന്ന് ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്ന ന്യായമല്ല, അത്രേ ഉള്ളൂ. പറഞ്ഞു ഒരു 7 വർഷത്തോളായിരിക്കും ഒരു ബന്ധത്തിന്റെ ഒരു വാലിഡിറ്റി. ആർക്കെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാ, നമ്മൾ വളരെ ഇഷ്ടത്തോടെ ജീവിക്കുന്ന കുറെ നാളുണ്ട്. അത് കഴിഞ്ഞാൽ ആ കെമിസ്ട്രി വർക്ക് അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടല്ല. നമുക്ക് വിശപ്പ് വരുന്ന പോലെ, വിശപ്പ് നല്ല വിശപ്പോടെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ മതി, ആ വിശപ്പ് തീർന്നു പോകും. പിന്നെ അതിന് രുചിയില്ല. ഈ മേശപ്പുറത്തിരിക്കുന്ന പായസം ഒരു ലിറ്റർ പായസമുണ്ട്, അത് മുഴുവൻ കുടിച്ചിട്ട് ഇവിടുന്ന് എണ്ണീറ്റാൽ മതി എന്ന് പറഞ്ഞാൽ ചത്തുപോത്തില്ല നമ്മള്. എന്താ നല്ല ആദ്യത്തെ ഗ്ലാസ്സിലെ രുചി രണ്ടാമത്തെ ഗ്ലാസ്സിലുണ്ടാവുമോ? പക്ഷെ പിറ്റേന്ന് ഉണ്ടാവുമല്ലോ. പിറ്റേന്ന് ഇവിടെ കാത്തിരിക്കേണ്ടി വരും. എനിക്ക് പിറ്റേന്നെന്ന് പറയുന്നതാണ് വല്ലപ്പോഴും കാണുന്നതെന്ന് പറയുന്നത്. ഈ ആളുകൾ തമ്മിൽ 24 മണിക്കൂറും ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ പരസ്പരം കാണുന്നിടത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ദുരിതം ഉണ്ടാകുന്നത്. ടോട്ടൽ എക്സ്പോഷർ ഉണ്ടായിട്ട് വയർ മുഴുവൻ സമയം നിറഞ്ഞിരുന്നിട്ട് പിന്നെ അവരെ കണ്ടാലേ പറ്റാതെ, ഈ ന്യൂക്ലിയർ ഫാമിലി ഏറ്റവും കൂടുതൽ ദുരിതപ്പെടുന്നത് അവരുടെ ഇടയിൽ വേറെ ആരുമില്ല, അവർ വേറെ മാറിപ്പോകാതെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളവന് പിന്നെ ഒരു ഇഷ്ടമൊക്കെ കാണും. സ്ഥിരം താമസിക്കുന്നവർ തമ്മിൽ ഒരു ഇഷ്ടവും കാണത്തില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ജീവിതം രസകരമാക്കി നിലനിർത്തുന്നതിന് പിരിഞ്ഞിരിക്കുകയും കൂടെ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മൈത്രേയന് എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ദൈവമേ, എണ്ണൊന്ന് നോക്കിയാ 7-8 പ്രണയം ഉണ്ടായിട്ടുണ്ട്. 7-8 പേര്. 8 പേര് എടുക്കാം. സ്റ്റിൽ കോണ്ടാക്ട് ഉണ്ടോ? എല്ലാവരുമായിട്ട്. ചിലരൊക്കെ അപ്രത്യക്ഷമായി പോയി. ആദ്യത്തെ പ്രണയങ്ങളൊക്കെ അവരൊക്കെ ലോകം എവിടെ പോയെന്ന് പോലും അറിഞ്ഞൂടെ. അത് കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള പ്രണയമൊക്കെ അങ്ങ് പോയിട്ട് അത് വെറും പ്രണയങ്ങളാണ്. അതല്ലാതെ യഥാർത്ഥത്തിൽ ലൈംഗികമായ ബന്ധങ്ങളും കൂടെ ഉള്ള ഇതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് നല്ല പ്രണയങ്ങളാണ്. ഒരു ജർമ്മൻകാരിയായിട്ട് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഭക്തിയാണോ? അല്ലല്ല, ഇത് അവളുടെ മാർഗരറ്റാണ് അവളുടെ പേര് മാത്രമേ ഇപ്പോൾ അറിയാവൂ. ഒരു അഡ്രസ്സും മേടിച്ചിട്ടില്ല. ഭയങ്കര നല്ല കവിത പോലെ ഭംഗിയുള്ള ഒരു പ്രണയമായിരുന്നു. ഏത് പ്രായത്തിലാ? ഒരു 22ാമത്തെ വയസ്സ്. അപ്പോ ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ അങ്ങനെ എന്നെ പുറത്താക്കി അവിടുന്ന്. പ്രണയം ജർമ്മൻകാരി എന്നെ അവിടുന്ന് പ്രണയം കാരണം പുറത്താക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ മൈത്രേയൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ യതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും അത്രയും ആത്മീയതയും തത്വചിന്തയും അതൊക്കെ കൈമുതലായിട്ടുള്ള ആ ഒരു വ്യക്തിക്കും പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, പ്രണയം മനുഷ്യർക്ക് എല്ലാവർക്കും. ജീവിയാണോ പ്രണയം? പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അവരിപ്പോഴും ബ്രഹ്മചാരി എന്നുള്ള രീതിയിൽ വേണ്ടാന്ന് തീരുമാനിക്കുന്നുണ്ട്. നമ്മൾ പ്രണയം ഉണ്ടായെന്ന് വിചാരിച്ചാൽ കൊണ്ട് നമ്മളത് ഊതി വെള്ളവും വളവും കൊടുക്കാതിരുന്നാൽ വളരത്തില്ല. പ്രണയമൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിന് 40 സെക്കൻഡിനകത്ത് പ്രണയം ഉണ്ടാവും. ഒറ്റ നോട്ടത്തിനകത്ത് തന്നെ പ്രണയം ആരംഭിക്കും. പക്ഷെ അത് നമ്മൾ വളർത്തിയാലേ വളരുള്ളൂ. വെള്ളവും വളവും കൊടുക്കണം, നമ്മൾ നർച്ചർ ചെയ്യണ്ടേ. ഒരു നാട്ടിലെ ആൾക്കാർ മരം നടുന്ന പോലെ ഒരു തവണ നട്ടേച്ചങ്ങ് പോകത്തില്ലേ? അതെല്ലാം പോകത്തില്ലേ? അല്ലാതെ അത് പരിചരിച്ച് വലുതാക്കണ്ടേ? അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും കൂട്ടുകാരി അല്ലെങ്കിൽ ശിഷ്യ എന്നുള്ള രീതിയിലൊരു അവർ പ്രണയം ഉണ്ടാക്കി അത് വളർത്തിയിട്ടില്ല. അങ്ങനെ അവർ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഈ പള്ളിയിൽ അച്ഛന്മാരും എല്ലാം ജീവിക്കുന്നില്ലേ? വേണ്ടാന്ന് തീരുമാനിക്കുന്നവര്. പ്രണയം തോന്നാത്തതുകൊണ്ടല്ലോ, അറിയാത്തതുകൊണ്ടല്ലോ, അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നുണ്ട്. അത് ആൾക്കാരങ്ങനെ ജീവിക്കും. അങ്ങനെ നമ്മൾ പ്രണയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഗൾഫിലിരുന്ന് അങ്ങനെ പ്രണയിക്കും. നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ചെയ്യുന്നത്. ആ നിയന്ത്രണം മാത്രം ഒന്ന് എന്നെ പഠിച്ചാൽ മതി. അല്ലാതെ സന്യാസിമാർക്ക് പ്രത്യേകിച്ച് വലിയ കാമ്പൊന്നുമില്ല, ഒന്നും സംഭവിക്കണ്ട. നമ്മൾ വേണ്ട, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. നമുക്ക് അയലത്തുള്ളവരോട് ഇഷ്ടം തോന്നുന്നുണ്ടാവും. നമുക്ക് പറയാനും എടുക്കാനും പറ്റത്തില്ല. മറ്റുള്ളവർ സമ്മതിക്കാത്ത ഒരു ബന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ നിശബ്ദമായിട്ടിരിക്കത്തില്ലേ ഉള്ളൂ. അപ്പം നിയന്ത്രിക്കുന്ന നിയന്ത്രണം തന്നെ ഉള്ളൂ ഈ സന്യാസിമാരുടെ നിയന്ത്രണങ്ങൾ. അല്ല വേറെ എന്തോ കൂടുതൽ. ഞാൻ സന്യാസിയായിട്ട് ജീവിച്ചിരുന്ന ആളല്ലേ, എനിക്കറിയാം. അത് കവിഞ്ഞൊന്നുമില്ല. പ്രണയം തോന്നും. ഞാൻ ഈ ചെന്ന സമയത്താണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ 8 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. ആ 8 വർഷത്തിനകത്ത് എത്രയോ പേര് പ്രണയിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പ്രണയിച്ചിട്ടില്ല.
സെൽഫ് കൺട്രോൾ അല്ല, അത് നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? നമ്മളിപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ അയലത്തൊക്കെ ചിലരെയൊക്കെ കണ്ടാൽ നമുക്ക് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ള ആളുകൾ സമ്മതിക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളത് വളർത്തത്തില്ല. അത്രയേ ഉള്ളൂ. അത് അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. എല്ലാ വീട്ടിനകത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന വികാരങ്ങളാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് വഴി വളരാത്തതാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയാൽ പോരെ. ഇത് അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഇനി രണ്ടുപേര് തമ്മിൽ പ്രണയം ഉണ്ടെന്ന് തന്നെ വെക്ക്, പക്ഷേ നാട്ടുകാരുടെ നടുവിൽ എപ്പോഴും ഇരിക്കേണ്ടി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാണിക്കും? അപ്പോഴും നമ്മൾ നിയന്ത്രിക്കും. ആ സാധനം അത് കവിഞ്ഞ ഒരു കഴിവൊന്നും അല്ലത്. നമ്മളത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് മാത്രമുള്ളതാണ്. അപ്പം നിയന്ത്രിക്കുന്നത് വഴിയാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന പ്രണയത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ നർച്ചർ ചെയ്യുന്ന സമയത്ത് അതിന് കുറേ നാളുണ്ടാവും. നമ്മൾ പരിപാലിക്കുന്നതും പോരാ, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ അതിന് ഡോപാമിനും ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്ടം തോന്നുന്ന കെമിസ്ട്രി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. വായിൽ വെള്ളം ഊറുന്ന ഒരു സാധനം കൊണ്ട് വയ്ക്കുന്ന പോലെയാണ് പ്രണയം വരുന്നത്. നമ്മളിൽ അത് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര സൗന്ദര്യമൊക്കെ തോന്നും. ഈ പ്രപഞ്ചമൊക്കെ ഞാൻ നട്ടുച്ചയൊക്കെ ചന്ദ്രപ്രകാശമായിട്ട് മാറും. അങ്ങനെ മാറും. എല്ലാം സൗന്ദര്യമുള്ളതായിട്ട് മാറും. ആ അനുഭവം ഉണ്ടാകുന്ന സാധനമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള അത് എല്ലാം കെമിസ്ട്രി, നമുക്ക് അതിൻ്റെ കെമിസ്ട്രിയൊക്കെ അറിയാം. എന്ത് റിലീസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സാധനങ്ങളിലുള്ള കെമിസ്ട്രികളുണ്ട്. അപ്പം ആ തരത്തിലുള്ള ഇത് ഉണ്ടാകുകയും അതിൻ്റെ ഉണ്ടാകാതായി പോകുന്നത് നമ്മൾ ഈ വിശപ്പ് പോലെ നമ്മൾ വിചാരിച്ച് വരുത്താനൊക്കത്തില്ല. വിശക്കട്ടെ എന്ന് പറഞ്ഞാൽ വരുന്നത്. ഈ കുട്ടികൾ മുഴുവൻ ഇന്ന് സഫർ ചെയ്യുന്നതാണ്. വണ്ടി വരുന്നതിന് മുമ്പ് തിന്നണമെന്ന് പറഞ്ഞിട്ട്, ഓട്ടോറിക്ഷ വരുന്നതിന് മുമ്പ് തിന്നണമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഭക്ഷണത്തിനോട് വെറുപ്പ് ആയിപ്പോവും. നല്ല ഭക്ഷണം തിന്നാനൊക്കത്തില്ല. അപ്പം ആ പറയുന്ന പ്രശ്നം പോലത്തെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മതി വരും, വേണ്ടാന്ന് വരും. ഇതൊന്നും ആർക്കെങ്കിലും പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. സ്വാഭാവികഗതിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം വരുന്നത്. നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് അനുകൂലമാക്കാൻ പോയ പല സാധനവും കൊള്ളാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും. അതിന് നല്ല ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. കൊതു കടിക്കാതിരിക്കാൻ, തണുപ്പും മഞ്ഞും അനുഭവിക്കാതെ, മഴ കൊള്ളാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ, കടുവ പിടിക്കാതിരിക്കാൻ, അന്യരെ ഉപദ്രവിക്കാതിരിക്കാൻ എല്ലാമായിട്ടാണ് നമ്മൾ പെര വയ്ക്കുന്നത്, അല്ലേ? സേഫായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ. സേഫ് ആൻഡ് സെക്യൂർ. നമ്മൾ സേഫ് ആകാൻ ഫീൽ ചെയ്യുന്ന എപ്പോഴാണ്? പെരയ്ക്കകത്താണ്. ഭൂമി ഒന്ന് കുലുങ്ങിയാലോ ആദ്യം ചെയ്യുന്ന എന്താണ്? പെരയ്ക്കകത്തു നിന്ന് കഥ തുറന്ന് ഓടി പുറത്തിറങ്ങും. അപ്പോൾ ഇത്രയും കൊള്ളാവുന്ന ഈ സാധനം എങ്ങനെയാണ് അപകടകരമായി മാറുന്നതെന്നുള്ളത് മനുഷ്യർ മാത്രമേ ഭൂമി കുലുങ്ങിയാൽ ചാകത്തുള്ളൂ. മനുഷ്യർ വളർത്തുന്ന ജീവികളും മനുഷ്യരും മാത്രമേ ഭൂമി കുലുങ്ങിയാൽ ചാകത്തുള്ളൂ. അവരവരുടെ പെര വീണായി ചാകുന്നത്. അല്ല, ഭൂമി കുലുങ്ങിയാൽ എന്ത് സംഭവിക്കണം? ഒന്നും സംഭവിക്കത്തില്ല. ഭൂമി തല കുത്തിയെന്ന് കുലുങ്ങിയാൽ എന്ത്? അതിനെ വേണ്ടി നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ അതുവരെ സംരക്ഷിച്ചിരുന്ന സകല തരത്തിലും കൊള്ളാവുന്ന നാട്ടുകാർ ഇതുപോലൊരു കൊള്ളാവുന്ന പെരയില്ലെന്ന് പറഞ്ഞ എല്ലാമാണ് സംഭവം. പക്ഷെ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സാധനവും, നമ്മൾ ഈ വിവാഹം തൊട്ട് സകല സാധനവും ചെയ്ത് നല്ല കാര്യമാണെന്ന് വിചാരിക്കുമ്പോൾ അത് തടവറയായി മാറുന്ന സ്ഥലമുണ്ട്. ജയശ്രീ എത്രാമത്തെ പ്രണയമാണ്? മൈത്രേയന്റെ എത്രാമത്തെ പ്രണയമാണ്? മൂന്നാമത്തെ. അത് വളരെ നീണ്ട, ഞങ്ങൾ 2 വർഷം എല്ലാ നിലവാരത്തിലും ഡേറ്റ് ചെയ്ത് ശരിക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നവരാണെന്ന് ബോധ്യമായിട്ട് ജീവിച്ചവരാണ്. മറ്റേത് രണ്ടും പ്രണയം ഉണ്ടായി എന്നുള്ളതല്ലാതെ അത് അങ്ങനത്തെ ഒരു സങ്കല്പത്തിലാണ്. ജയശ്രീയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ നീണ്ട കാലയളവിൽ ജീവിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളത് 2 പേരേ ഉള്ളൂ. ബാക്കി പ്രണയങ്ങൾ വന്നു പോകുന്ന പ്രണയങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 പേരോടുള്ള ശരിക്കും പ്രണയം ഉണ്ടായിട്ടുള്ളതെന്ന് പറയില്ല. ജീവിച്ചിരുന്ന 6 വർഷമൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴും ജയശ്രീയായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങൾ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ പ്രണയമല്ല. സൗഹൃദമാണ്. ഇപ്പൊ അതുള്ളത് സൗഹൃദം. അതെല്ലാവർക്കും, എല്ലാ വീട്ടിലുള്ളവരോടെല്ലാം നമുക്ക് തോന്നുന്ന ഇഷ്ടങ്ങളെ നമുക്ക് തോന്നുന്നില്ലേ, അത് മാത്രമാണ്. ഇപ്പോൾ ആരുടെങ്കിലും പ്രണയം? ഇപ്പോഴും പ്രണയിച്ചിരിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ കടുത്ത പ്രണയമല്ല, അതും വേണ്ട ഓഫായി പോകുന്നിടത്ത്. അതും ശരിക്കും പ്രണയമല്ല. പ്രണയം തീർന്നു പോകുന്ന സമയത്താണ്. 6 വർഷത്തോളമായി
അത് അങ്ങനെ തീർന്നു പോകുന്ന കാണാം. അത് മോശമായതുകൊണ്ടോ അവരാരും മോശമായിട്ടോ ഒന്നുമല്ല. പ്രണയം നമുക്കങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ശരീരം അതിന് ഒരുങ്ങത്തില്ല. സൗഹൃദമായി മാറും. എന്നെ പ്രണയിച്ചവരാരും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ ജർമ്മൻകാരി അവർ പക്ഷെ അത് അന്ന് ഈ അവിടോട്ട് പഠിച്ചിരുന്ന സമയത്ത് അഡ്രസ്സ് മേടിക്കാൻ മറന്നുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു സന്യാസിയാകാൻ പോയ ഒരുത്തൻ്റെ അബദ്ധങ്ങൾ. ചെറിയൊരു വിഷമമുണ്ടോ? അത് ആലോചിച്ചാൽ ഈ പറഞ്ഞ പോലെ സിനിമ മുഴുവൻ കണ്ടു തീരുന്നതിന് മുമ്പ് ലൈറ്റ് പോയ പോലുള്ള പ്രശ്നമാണ്. നമ്മളിങ്ങനെ വിഷമിക്കത്തില്ലേ, ലൈറ്റില്ല, കറണ്ടില്ല, എന്ത് ചെയ്യും ഇപ്പോൾ എന്ന് പറയുന്നത് പോലുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു ദിവസം ആ ജർമ്മൻകാരെ തിരിച്ചു വന്നാലോ? ഇല്ല, ഇനിയിപ്പോൾ എനിക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയത്തില്ല, അവർക്ക് തന്നെ എന്നെ കണ്ടാലും തിരിച്ചറിയത്തില്ലേ. പക്ഷെ മൈത്രേനെ ആൾക്കാർ അറിയുമല്ലോ. അയ്യോ, അതെന്ത് നിങ്ങൾ പറയുന്നത്? ഞാൻ അന്ന് അവിടെ ജീവിക്കുന്ന സമയത്ത് എന്നെ കണ്ടത്, ഞാൻ അന്ന് 21 വയസ്സുള്ള ഒരു യുവാവല്ലേ. അതുപോലെയാണ് ഇന്ന് ആ യുവാവിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ച ഈ ലോകം അറിഞ്ഞതാണല്ലോ. ഒരിക്കലും ഞാനാണെന്ന് അറിയാൻ പോലും പറ്റത്തില്ല. അവർ പ്രണയിച്ച ആ കാലത്ത് ഇപ്പം ഞാൻ അവരെ കണ്ടാൽ 72-73 വയസ്സുള്ള ഒരു വൃത്തിയായ വടിയൊക്കെ സ്ത്രീയോട് പ്രണയം തോന്നില്ല എന്നായിരിക്കും അല്ലെ? പ്രണയമല്ല, അവരെ അറിയാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ്. അവരെ കണ്ടാൽ നമ്മളെങ്ങനെ അറിയാം? നമ്മൾ തുടർച്ച വേണ്ടേ? നമ്മൾ അറിയുന്നവരുടെ ഇടയിൽ മാത്രമേ നമുക്ക് അത് അങ്ങനെ തുടരാനുള്ളൂ. മറ്റേതെങ്ങനെ അറിയും? ഞാൻ പക്ഷെ ആ പ്രായം കണക്കിലെടുത്തില്ല. അത് ഭയങ്കര ഒരു ഡ്രീം പോലെ സൗന്ദര്യമുള്ളതാണ്. അത് അങ്ങനെ അല്ല എന്ന് വിചാരിച്ചു. ആ ഒരു മുഖമാണല്ലോ അല്ലെ മനസ്സിലുണ്ടാവുക. ഫോട്ടോ ഉണ്ടോ? ഒന്നുമില്ല. അന്ന് കാലത്തൊന്നും ക്യാമറ ഒന്നും ഉള്ള കാലമല്ല. പക്ഷെ മൈത്രേയൻ നല്ലൊരു അത് അതിന് ശേഷമൊക്കെയാണ് ക്യാമറ. അന്ന് ഈ പോകുമ്പോൾ ക്യാമറയും കൊണ്ട് നടക്കുന്നില്ല. ക്യാമറ ഞാൻ ഗുരുകുലത്തിൽ കൊണ്ടുപോയായിരുന്നു, അവിടെ ഇരുന്ന് പോയി. അങ്ങനെ ഇവിടെ കൂടെ പോകുമ്പം ക്യാമറയും കൊണ്ടുപോയി പടം എടുത്തിട്ടില്ല. അതെല്ലാം പോയി. മനസ്സിലൊരു രൂപമേ ഉള്ളൂ, അത് പോയി. പിന്നെ അതേ പറഞ്ഞാൽ അതൊരു ഭംഗിയുള്ള സ്വപ്നം പോലെ അനുഭവിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു 10 വർഷം ആ ഒരു കാലയളവ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 10 വർഷത്തിന് മുന്നുള്ള മൈത്രേയൻ്റെ ഇൻ്റർവ്യൂസും ഇപ്പോഴുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും കാണുമ്പോൾ അതിൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ വളരെ വൈഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പണ്ടൊക്കെയുള്ള ആ ഒരു ഇൻ്റർവ്യൂസ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എത്ര ആൾക്കാരാണ് മൈത്രേയനെ തെറി വിളിക്കുന്നതെന്നറിയോ? ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ഫുൾ സപ്പോർട്ട്, ഫുൾ മൈത്രേയൻ ഫാൻസ് ആണ്. അതെനിക്കറിയില്ല. എന്നെ ഇഷ്ടംപോലെ ചീത്തയൊക്കെ ആൾക്കാർ വിളിക്കുന്നതൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്നത്. പക്ഷെ അത് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വളരെ വിരളമായിട്ടേ ഉള്ളൂ. അല്ല, ശരിയായിരിക്കാം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിനകത്തൊരു വശമുണ്ടെന്നൊക്കെ ആൾക്കാർ പതുക്കെ തിരിച്ചറിയുന്നുണ്ടാവും. അത് സമയമെടുക്കും. എത്ര നേരം വേണമെങ്കിലും മൈത്രേയനെ കേൾക്കാനായിട്ട് ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ്. അല്ല, അത് ഞാൻ എൻ്റെ ജീവിതം, ഞാൻ വേറെ എവിടെന്നെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് പറയുകയല്ല ഇതൊന്നും. ഞാൻ ജീവിച്ചിട്ടും പറയുന്നത് നമ്മൾ ചിന്തിക്കുകയും വായിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരാണ്. അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, പുസ്തകത്തിനകത്തോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റു മനുഷ്യർ തന്നെയാണ്. അവരുടെ അഭിപ്രായങ്ങൾ അത് നമ്മൾ ജീവിച്ച് നോക്കുന്ന സമയത്ത് അവർ പറയുന്ന പോലെ അല്ല ജീവിക്കേണ്ടതെന്നോ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെയാണ് ജീവിക്കേണ്ടതെന്നോ തിരിച്ചറിയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജീവിതമൊക്കെ കാണി 10-50 വർഷത്തെ സാമൂഹിക മേഖലയിൽ ഞാൻ ജീവിച്ചുകൊണ്ട് മനുഷ്യരുമായി ബന്ധമുണ്ടാക്കിക്കൊണ്ടാണ് പറയുന്നത്. എനിക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണ്. വേറൊരാൾക്ക് ക്ലെയിം, ഞാൻ നേരത്തെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പ്രണയിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാളുമായിട്ട് ഒരു കരാറുള്ള ഒരാളുമായിട്ട് ഒരു പ്രണയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കരാറടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല. ഞാനല്ല, കരാറുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ, വേറൊരു ബന്ധത്തിനകത്ത് ഇരിക്കുന്ന ഒരാളുമായി ഞാൻ ബന്ധം ഉണ്ടാക്കത്തില്ല. അങ്ങനത്തെ ഡിസിപ്ലിൻ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ വീടുകളിലൊക്കെ പോയി താമസിക്കാൻ പറ്റും. ഞാൻ ആ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണ്. ഒരാൾക്ക് എന്നോട് പ്രണയം തോന്നിയെന്ന് വെച്ചോ, അവർ പറഞ്ഞാൽ അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ഒരു തുള്ളി വെള്ളം ചേർക്കത്തില്ല. ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഈ പ്രണയങ്ങളെ പറ്റി പറയാൻ എനിക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. അത് കുറ്റമല്ലെന്നറിയുന്നതുകൊണ്ടാണ്, ശരിയാണെന്നറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതങ്ങനെ പറയാനും പറ്റുന്നത്. മറ്റേതങ്ങനല്ല, ആളുകൾ രഹസ്യബന്ധങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയാൻ പറ്റാത്തവരായി ഇരിക്കുകയും പറഞ്ഞാൽ എല്ലാം തകർന്നു പോകുന്നത്. എത്ര സ്ത്രീ പുരുഷന്മാരെ എനിക്ക് ഒരു ദിവസം കത്തെഴുതുന്നുണ്ടറിയാം, എത്ര പേര് പറയുമെന്നറിയാം. ഇത് ആരോടെങ്കിലും എനിക്കൊന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കത്തുകളും സാധനങ്ങളും ഇങ്ങനെ വായിച്ചാൽ ഷോക്കായി. അപ്പോൾ മൈത്രേയൻ നല്ലൊരു കേൾവിക്കാരനാണല്ലേ? ഞാനത് എൻ്റെ ഒരു പണിയാണ്. ആൾക്കാർ എനിക്ക് ഭക്ഷണം തന്ന് ഇരുത്തിയിരിക്കുന്നത് കേൾക്കാനാണ്. അപ്പോൾ ഈ ഓരോ വീടുകളിൽ പോകുന്നതും, ആ വീടുകളിൽ പോകുന്നത് അതുകൊണ്ടൊന്നും മാത്രമായിരിക്കണമെന്നില്ല. ആളുകൾ വിളിക്കുന്നത് അവർ
എൻ്റെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ ചിലർ പറയുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല, അവിടുത്തെ അച്ഛനും അമ്മയും അപ്പൂപ്പൻ എന്ന് പറയുന്നവരും ഒക്കെ എന്നോടുണ്ട്. അവിടുത്തെ കുട്ടികളെല്ലാം എന്നോടുണ്ട്. അവരെല്ലാവരും എൻ്റെ അടുത്ത് ഞാൻ ഈ ആൾക്കാരോട് അപ്പോൾ എനിക്ക് ആ കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയെ തിരിച്ചറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 400 ചില്ലുവാനം വീടെങ്കിലും താമസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത്രയും വീടുകളിൽ താമസിച്ചറിയുന്ന മറ്റൊരാള് കേരളത്തിൽ കാണത്തില്ല എന്നുള്ളതല്ല, ഭൂമി കാണുമെന്നുള്ള സംശയം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ ആളുകൾ എന്നെ ഈ ചീത്തയൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു വർക്കുണ്ട്, അത് ഇതിനകത്തുനിന്ന് ഞാൻ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ആ ഏരിയ വേറൊരാളുടെ ഞാൻ എന്ത് തരത്തിലാണ് ഈ അറിവ് പറയുന്നതെന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും. കാരണം എനിക്കെന്തോ അറിവ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത വരാനൊക്കാത്ത ആളാണെന്ന് എപ്പോഴും ശാസ്ത്രജ്ഞന്മാര് അവന്മാര് നടത്തുന്ന എന്താണ് പരിശോധനയ്ക്കകത്തുനിന്ന് മാത്രമേ അറിവുണ്ടാകത്തുള്ളൂ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതിനകത്ത് എനിക്ക് സെൽഫ് ഒബ്സർവേഷൻ ഉള്ള ആളാണ്. ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന് സ്വയം അറിയുന്ന ആളാണ്. അതിന് വേറെ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ അതിനുവേണ്ടി ഒബ്സർവേഷൻസ് നടത്തിയിട്ടുള്ള ആളാണ്. അതിന് ടൂൾസിനെ പറ്റി എനിക്കറിയുന്നതാണ്. ഓരോ ടൂളും എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്ന ആളാണ്. അതുകൊണ്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീടുകളിനകത്ത് ഇരിക്കുകയും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം രാവിലെ 8 മണി തൊട്ട് രാത്രി 1 മണി വരെ ആൾക്കാരെന്നെ വിളിക്കും. ഇപ്പം തന്നെ നമ്മൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3 പേര് വിളിച്ചു. എനിക്ക് എൻ്റെ വാച്ചിനകത്ത് അവർ കിടന്ന് വെള്ളം വയ്ക്കുന്നത്, പക്ഷേ ഇപ്പം അറ്റൻഡ് ചെയ്യാനൊക്കത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ആളുകളെ മുഴുവൻ അറ്റൻഡ് ചെയ്യും, അവർ പറയുന്നത് കേൾക്കുകയും അവരുടെ എന്താണ് പ്രവൃത്തികളെ പറ്റി അവരുടെ അവർ വേറൊരാളോട് ചിലപ്പോൾ അമ്പലത്തിൽ പോയി പറയുന്നുണ്ടാകും. ആരോടും പറയാത്ത പറഞ്ഞു വരുത്തത്തില്ലല്ലോ ദൈവം, അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെയാണ് എൻ്റെ അടുത്ത് ഞാനെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിമെട്രിയാണ്. അതിനും വേണ്ടി ശവശരീരങ്ങളുള്ള ഒരാളാണ് ഞാൻ. ആളുകളുടെ കഥകളുടെ ശവശരീരം. ഞാനത് വേറെ ആളുകളോട് പറയാറില്ല. എന്തെങ്കിലും ഒരു അനക്ഡോക്ടർ എന്നുള്ള പറയുമ്പോൾ ആരുടേതും അല്ലാതാക്കി അത് പറയുന്നതേ മാത്രമേ ഉള്ളൂ. ചിലർ എന്നൊക്കെ മാത്രമുള്ള വാക്കുകൾ, അല്ലാതെ ഒരാൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അതിനകത്തൊന്നും ഒരാളെ കണ്ടെത്താനൊന്നും നോക്കത്തില്ല. അതുപോലെ പറയുള്ളൂ, അബ്സ്ട്രാക്ട് ചെയ്തേ പറയുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളെന്ന് പറയുന്നത് അതിനുവേണ്ടി മനുഷ്യരുടെ ഈ പറയുന്ന മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ആയ ശവക്കല്ലറകളാണ് എൻ്റെ ഉള്ളു നിറച്ച്. വിഷമങ്ങളല്ല, അതവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് അത് ജീവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഭാഗം ആൾക്കാർ എതിർത്ത ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു. അന്ന് എതിർത്ത ആ ആൾക്കാർ രഹസ്യമായിട്ട് മൈത്രേയനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ആയിരുന്നു. അവർക്കൊക്കെ മൈത്രേയന്റെ നിലപാടുകളോട് യോജിപ്പായിരുന്നു. പക്ഷെ പൊതുസമൂഹം ശരിക്കും അതെ, പൊതുസമൂഹം എങ്ങനെ നോക്കിക്കാണും എന്നുള്ള ഒരു ഭയത്തിലാണെന്ന് തോന്നുന്നു. ആര് മണി കെട്ടും എന്നുള്ള ഒരു പ്രശ്നം എന്തുകൊണ്ട് അതെ ഞാനിങ്ങനെ വില കൊടുത്ത് ജീവിക്കുന്നത് എല്ലാവരും കൂടെ എന്നെ ഏൽപ്പിച്ച പണി പോലെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആളുകൾ ഭക്ഷണം തന്ന്, മുറി തന്ന്, കിടക്ക തന്ന് എന്നെ നോക്കുന്നുണ്ട്. ആ നോക്കുന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്ന പണി മണി കെട്ടിക്കൊണ്ടാണ്. പൂച്ചയ്ക്ക് മണി കെട്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാം. അതിനൊരു വിലയുണ്ട്. ആ വില ഞാൻ കൊടുത്താ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഭയമേ ഇല്ല. ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് പറയുന്നത് എനിക്കില്ല. ഈ പൂച്ചയ്ക്ക് മണി കെട്ടുക എനിക്ക് മനസ്സിലായില്ലേ? പണ്ട് അതൊരു നിങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന നിന്നിപ്പോൾ പഠിപ്പിക്കാത്ത കഥയായിരിക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പൂച്ചയെ കൊണ്ട് എലിക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ എലികളെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരുന്നിട്ട് ഇതിനെന്തോ ഒരു പണി. അപ്പോൾ ആരാണ്ട് പറഞ്ഞ് അത് പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടാമെങ്കിൽ പൂച്ച വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളാം. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അത് ആരൊക്കെ അപ്പം മണി കെട്ടാനായിട്ട് പറയണ്ടേ ഒരാൾ? ആരും ഇല്ല. അപ്പോൾ ഉത്തരവുണ്ട് എല്ലാവർക്കും. പക്ഷേ പൂച്ച സമ്മേളനം നടത്തി എല്ലാവരും കൂടെ ആലോചിച്ച് ഈ പൂച്ചയ്ക്ക് എന്ത് ചെയ്യണം. അപ്പോഴാണ് പൂച്ചയ്ക്ക് ഒരു മണി കെട്ടിയ പൂച്ച വരുമ്പോൾ നമുക്ക് മണി കുലിങ്ങും. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ എല്ലാവരുടെ തീരുമാനിച്ചാൽ എന്നാൽ പിന്നെ പൂച്ചയ്ക്ക് മണി കെട്ടിക്കളെ. പക്ഷെ മണി കെട്ടാൻ ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. അതാണ് പൂച്ചക്കാർ മണി കെട്ടുന്നത്.
അപ്പൊ ഈ കഥ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കഥ എനിക്കറിയാം, പക്ഷെ ഈ ഒരു ഇതിൽ എങ്ങനെ യോജിച്ചു പോകുന്നു, എങ്ങനെ കണക്ട് ചെയ്യാം? ഈ സമൂഹത്തിനകത്ത് ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം എന്ന് പറയുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേ. അപ്പൊ ഞാനിത് പറയുമ്പോ അതിന്റെ വില നാട്ടിൽ തന്നെ എടുത്തിട്ട് നല്ല കിണ്ട് തരുന്ന തരത്തിൽ ആൾക്കാർ പെരുമാറുകയും പറയുകയും ചെയ്യുന്നില്ലേ? അതെ, അതാണ് വില. അങ്ങനെ ഉച്ചയ്ക്ക് മണി കെട്ടാനായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ, മണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ഒരാളുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നേ, അതായത് മൈത്രേയനെ എതിർത്ത് സംസാരിച്ച ഒരാളോട്, ഒരു 25 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കിക്കോ, മൈത്രേയൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ സത്യമായിട്ട് മാറും. അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല. അതിന്റെ കാര്യം എന്നറിയാവോ? അതൊരു ലൈസൻസാ. നമ്മള് എനിക്കിപ്പോ വയ്യ, നമ്മളെ ഇത് കുറെ നാൾ കഴിയുമ്പോൾ നാട് താനെ അങ്ങ് മാറും. അപ്പൊ നമുക്ക് ചുമ്മാ പറയുന്നതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ 25 വർഷമോ 50 വർഷവും കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിൽ കേരളത്തിൽ ജീവിച്ചോണ്ടല്ലേ പറയുന്നേ, അത്ര അറിയണം. അതുകൊണ്ട് അങ്ങനത്തെ പറയുന്ന ഒന്നും ശരിയല്ല. അതുകൊണ്ട് ഇപ്പം ജീവിക്കാനും ഇപ്പം തന്നെ അനുഭവിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഭരണഘടന വന്നതല്ലേ, ഭരണഘടന വരുമ്പം ഇത് ഉടനെ തന്നെ ആരും ഇതിന് എക്യുപ്ഡ് അല്ലെന്ന് പറഞ്ഞിട്ട് ഭരണഘടന അട്ടത്ത് വെക്കുക ഇത് ആണോ? അല്ലല്ല, ആരും പൗരന്മാരൊന്നും ആയിട്ടില്ലായിരുന്നു. പൗരസ്വാതന്ത്ര്യം കൊടുത്തില്ലേ? അതുപോലെ ചെയ്യേണ്ടതാണ്. ചെയ്ത് പഠിക്കാനേ പറ്റത്തുള്ളൂ ഇതൊക്കെ. അങ്ങനെയാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ കേസ് എടുക്കാം. അതായത് ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഗാന്ധിജി കേസ് വേറെ എടുക്കുന്നു. അയ്യോ, പുതിയ കേസ് എന്നൊന്നും പറയല്ലേ. ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് ഉദ്ഘോഷിക്കാനായിട്ട് നമ്മുടെ അംബേദ്കർ പോലും മടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ അല്ലേ, ഞാൻ ഈ മഹാത്മാവ് എന്നൊക്കെ പറയുന്നത് പഴയകാല മൂല്യബോധം അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഈ മഹാത്മാവ് എന്നുള്ള ആ ഒരു പേരിന്, അങ്ങനെ ഒരു ഉദ്ഘോഷത്തിന് ഗാന്ധിജി അർഹനാണോ എന്നാണ് എനിക്കറിയാൻ. ഞാൻ പറയുന്നത് ഒരാളും അർഹനല്ല. മഹാത്മാക്കളെ വേണ്ട നമുക്ക്. നമ്മളെല്ലാവരും ഒരേ ഓട്ടമുള്ളവരല്ലേ. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 4 പേര് ഇവിടെ ഇരിപ്പുണ്ട്. 4 പേർക്ക് ഒരേ ഓട്ടല്ലേ ഉള്ളൂ, വ്യത്യസ്തരല്ലേ നമ്മൾ. അതുപോലെ ഇരുന്നാൽ മതി. അല്ലാതെ ഈ മഹാത്മാര് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പഴയകാല ഈ രാജാക്കന്മാർ വന്നാൽ ലോകം രക്ഷിക്കുന്നതെന്ന്, നേതാക്കന്മാർ വന്നിട്ടാണ് രോഗം രക്ഷിക്കുന്നതെന്നും, മിശിഹ വന്ന് രക്ഷിക്കുമെന്നും, ദൈവം വന്ന് രക്ഷിക്കുമെന്നും, മന്ന മേളിൽ നിന്ന് വീഴുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു പഴയകാല ബോധം കൊണ്ട് പറയുന്നതാണ്. അത് നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയ ആൾക്കാരാണ് മഹാന്മാർ. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അടിച്ചു മാറ്റിയവരാണ് പണക്കാർ. അല്ലാതെ ലോകത്തുണ്ടാകത്തില്ല. ഒരു ഭൂമിയിൽ തന്നെ ഈ ഭൂമി എൻ്റേതാണെന്ന് പറഞ്ഞ് ബലപ്രയോഗത്തോടെ നിർത്തുകയും അവിടെ ബാക്കിയുള്ളവർ പണിയെടുക്കുകയും ഉണ്ടാകുന്ന വിഭവങ്ങളെല്ലാം എൻ്റേതാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിലാണ്. അല്ലാതെ പണി എല്ലാവരും ചെയ്തേ പറ്റൂ. ആ ചെയ്യുന്നവർക്ക് കൂലി കൊടുത്ത് നാളെ ജീവനോടെ വരാനായിട്ട് അനുവദിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അതിനകത്തുനിന്നുണ്ടാകുന്ന ഉൽപ്പന്നത്തിന് മുകളിൽ അവർക്ക് ഒരു ഉടമസ്ഥാവകാശം ഇല്ലാതായി പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ മഹത്വം വരുന്നത്. അത് ഞാൻ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ എളുപ്പം പറയുന്നതാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അലക്സാണ്ടർ അവിടുന്ന് ചുരുങ്ങിയതൊരു 1,00,000 പേരെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടാകും. പോട്ടെ, 30,000 പേരെങ്കിലും വന്നിട്ടുണ്ടാകും. ആ വന്നിരിക്കുന്ന ആള് ഒരാളുടെ പേര് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പഠിച്ചതല്ലേ അലക്സാണ്ടറെ പറ്റി? ഒരാളുടെ പേര് പറ. നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും അറിഞ്ഞില്ല. കാരണം ആ വന്ന മുഴുവൻ ആൾക്കാരുടെയും ക്രെഡിറ്റ് അവരെല്ലാവരും യുദ്ധം ചെയ്തിട്ടാണ് ഈ അലക്സാണ്ടർ ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന ആളാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അശോക ദ ഗ്രേറ്റ്, ബുദ്ധ ദ ഗ്രേറ്റും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ക്രെഡിറ്റ് പോയതാണ്, അല്ലാതെ ഉണ്ടാകത്തില്ല. എപ്പോഴും മനസ്സിലാക്കണം. ലോകത്തെ എല്ലാ ധനവാനും ഉണ്ടാകണമെങ്കിൽ വേറെ ഒത്തിരി പേര് പണിയെടുക്കേണ്ടി വരും. അതെ, ഇപ്പൊ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം മഹാത്മാ. അതുകൊണ്ടാണ് മഹാത്മാവാകുന്നത്. മറ്റുള്ളവരുടെ ക്രെഡിറ്റ് പോകുന്നത് വഴിയാണ് ഒരാൾ മഹാത്മാവാകുന്നത്. ലോകത്ത് മഹാന്മാരെ നമുക്ക് വേണ്ട. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ടീം വർക്കാണ്. അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. അതിനകത്ത് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാകും. ഒരാൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിവുണ്ടാകും, വേറെ ആൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എല്ലാവരും കൂടെ ചേർന്നാലേ പറ്റത്തുള്ളൂ. തേങ്ങ ചമ്മന്തി നമുക്ക് 2 പേർക്കും വേണം.
ഗാന്ധിയെ വിളിച്ചാൽ അതുണ്ടാക്കാൻ അറിയാതെ ഒരു പ്രയോജനമില്ലാത്ത ആളാവും അവിടെ വെച്ച്. അപ്പം തെങ്ങ കയറാൻ അറിയുന്നവനും ചമ്മന്തി അരയ്ക്കുന്നവനും വേണം. ഇത് പണ്ടേ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്നതല്ല, പണ്ടേ പഠിപ്പിക്കുന്നതാണ്. ഒരു വള്ളത്തിൽ ഒരുത്തന്നെ യാത്ര ചെയ്യുമ്പോൾ അയാൾ ചോദിച്ച്, വെള്ളം തുഴയുന്നതിനോട് ചോദിച്ച്, നിനക്ക് വേദങ്ങളൊക്കെ അറിയാവും? ഒന്നും അറിഞ്ഞൂടാന്ന്. എൻ്റെ ജീവിതം കട്ടപ്പോകാം എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് വന്നു. അപ്പോൾ അയാൾ ചോദിച്ച്, നീന്താൻ അറിയാവോന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ നിങ്ങളുടെ ജീവിതം മുഴുവനും പോയി, കട്ടപ്പോക എൻ്റെ. അയാൾക്ക് നീന്താൻ അറിയാം. അപ്പോഴാണ് ഓരോ സന്ദർഭത്തിനും ചേർന്ന കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വഴിയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ജീവിതമുള്ളത്. അല്ല ചില നേതാക്കന്മാരും മഹാന്മാരും ചേർന്നുണ്ടാക്കുന്നതല്ല ലോകം. അവരുടെ കഥ മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് വീലുണ്ടാക്കിയവൻ്റെ പേര് പറ. അറിയാവോ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നിങ്ങൾക്കല്ല, എനിക്ക് അറിഞ്ഞൂടാ. പിച്ചാത്തി ഉണ്ടാക്കിയവൻ്റെ പേരറിയാവോ? ഇല്ല. ഇതൊക്കെ മനുഷ്യർക്ക് എന്തുമാത്രം വലിയ കണ്ടുപിടുത്തങ്ങളാണ്. എന്താ അറിയാത്തേ? അതൊക്കെ ഈ സാധാരണക്കാരുണ്ടാക്കിയതാണ്. അതേ സമയത്ത് ഭഗവത്ഗീത എഴുതിയവൻ്റെ പേരറിയണം, ഒരു പ്രയോജനമില്ല. ബൈബിൾ എഴുതിയവൻ്റെ പേരറിയാം, ഒരു പ്രയോജനമില്ല. ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ ഇതുകൊണ്ടൊന്നും കഴിയത്തില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. ഈ മേശ ഭയങ്കര അത്യാവശ്യമാണ്, ഈ കസേര ഇതുപോലെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരൊന്നും നമുക്കറിഞ്ഞൂടാ. നമുക്കറിയാവുന്ന ഈ റീസെൻ്റായിട്ട് ഈ ഉണ്ടാക്കിയവരുടെ പേരറിയണമെന്ന് അറിയുന്നതുകൊണ്ടാണ് കുറേ ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമുക്കിപ്പോൾ അറിയാം. മറ്റേ ആരെയും അറിഞ്ഞൂടാ നമുക്ക്. യഥാർത്ഥം ലോകം മാറ്റി ഈ കാണുന്ന രീതിയിലാക്കിയിരിക്കുന്നത്. ഈ മേശയും കസേരയും ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഈ ഫാൻ ഉള്ളത് കൊണ്ടാണ് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഇതൊന്നും ആരുടെയും പേര് നമുക്കറിയാം. ഫാൻ ഉണ്ടാക്കിയവൻ്റെ പേര് പോലും അറിഞ്ഞൂടാ. നമ്മളിതാണ് മനസ്സിലാക്കേണ്ടത്. ലോകത്തിന് യഥാർത്ഥത്തിൽ മാറ്റിയ ആൾക്കാരുടെ പേര് അറിഞ്ഞുകൂടാതെ ഒരു കാര്യമില്ലാത്ത മനുഷ്യന്മാരുടെ പേരൊക്കെ നമുക്കറിയാം. കാരണം അവർ തന്നെയാണ് ഇരുന്ന് കുത്തിയിരുന്ന് ഞങ്ങൾ മഹാന്മാരാണെന്ന് എഴുതി വെച്ചത്. അവരുടെ പുസ്തകത്തിൽ അവരെഴുതുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഉണ്ടായ സാധനങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മഹാന്മാരെ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് എല്ലാ തരത്തിലുള്ള കഴിവുള്ള മനുഷ്യർ വേണം. ഇപ്പം ഞാനിരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്തിരുന്നെങ്കിൽ മാത്രമാണ് ആ സംസാരത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അതെ. ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശബ്ദം മാത്രമാണ്. മലയാളം അറിഞ്ഞുകൂടാത്തവരുടെ മുന്നിലാണ് നിങ്ങൾ ഈ വീഡിയോ കേൾപ്പിക്കുകയാണെങ്കിൽ ഇത് എന്തുവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോഴാണ് ഭാഷ അറിയുന്നവരപ്പുറത്തുള്ളപ്പോഴാണ് ഞാൻ പറയുന്നതിന് അർത്ഥം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഈ ലോകം. അതുകൊണ്ട് ഒരുത്തന് ക്രെഡിറ്റ് പോകുന്ന ഒരു ലോകത്തും നമ്മൾ വേണ്ട. മഹാന്മാരേ വേണ്ട. എല്ലാം മനുഷ്യരല്ല. കൂട്ടായ്മയാണ് നമുക്കുള്ളത്, പങ്കുവെക്കലാണ്. എല്ലാവർക്കും അവരവരുടേതായ റോളുണ്ട്. ആ റോളിനകത്ത് ഇപ്പം ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്നവരോട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മിണ്ടുന്നതായിട്ട് ലോകത്തില്ല. പക്ഷെ അവർ രണ്ടുപേരും ഈ ചിത്രത്തിലേ ഇല്ല. അവിടെ പുറയിൽ ചെറിയൊരു ഓടിപ്പോകുന്ന കണ്ടിട്ടില്ല സിനിമയുടെ അവസാനം. അതുപോലെ ആയിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും പേര്. അണിയറ പ്രവർത്തകൻ താനെ എന്തുവാന്ന് പറയുന്നതിന് മുമ്പ് പോകും. പക്ഷെ അവർ രണ്ടുപേരും ഈ സാധനം ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ മിണ്ടലെന്ന് പറയുന്ന സാധനം വരുന്നേ ഇല്ല. ഇങ്ങനെ അടിച്ചുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് കൊണ്ട് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കോന്തനായി ഞാൻ മാറും. അങ്ങനെയാണ് മഹാന്മാരുണ്ടാകുന്നത്. ഇത് ഇത്ര അറിയണം. അങ്ങനെയാണ് അതല്ല പറയുന്നത്. നമ്മൾ ഈ ജനാധിപത്യ കാലത്താണ് ജീവിക്കുന്നത്. എല്ലാവരും തുല്യരാണ്. നമ്മൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് ലോകം ഉണ്ടാകുന്നതെന്നും അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അത് പറയാനാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ. ഈ ഒരു ജനാധിപത്യ ലോകത്ത് നമ്മൾ പല ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു സമൂഹം പടുത്തുയർത്തത് എന്ന് തന്നെ പറയാം. ഈ ഉച്ചനീചത്വങ്ങളും ജാതി വെറിയും അതൊക്കെ ഇല്ലാതായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വേടന്റെ ഒരു വിവാദം തെറ്റാ. നിങ്ങളത് ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ തെറ്റാ പറഞ്ഞത്. പറഞ്ഞത് ഒന്നും സത്യമല്ല, ഒന്നും സത്യമല്ലല്ലോ. അപ്പൊ പറയും നിങ്ങൾ പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ മതി. ഇവിടെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ അനുവദിക്കുമോ? കള്ളം എന്തിനാ പറയുന്നേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞതിന് ശേഷം വേടൻ തെറ്റ് ചെയ്തു എന്ന് പറയാനല്ലേ പോയത്. അത് പറയണ്ട. ആ തോക്ക് അതൊക്കെ ഇങ്ങനെ ഇത് ഒരുങ്ങുമ്പോ കാണുമ്പോ അറിയാം കാള എന്തിനാണ് വാല് വെക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്.
അതായത് ഇപ്പൊ സമൂഹത്തിൽ നിലവിലില്ലാത്ത ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വീണ്ടും ഇല്ലാതിരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പ്രണയിക്കുവാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. രാത്രി ഇന്ത്യയിലെ ഇന്ത്യൻ പൗരയല്ലേ നിങ്ങൾ? രാത്രി ഒന്ന് നടന്നേ. സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, സമത്വം സാഹോദര്യം ഒക്കെ ഉള്ള സ്ഥലമല്ലേ. എന്താ നടക്കുവോ? 2 തവണയല്ല 5 തവണയല്ല, സകല പോലീസുകാരെ വിളിച്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ പുറത്തിറങ്ങും. അങ്ങനെ സ്വാതന്ത്ര്യമൊന്നും വെറുതെ പറയുന്നതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അഴുക്ക് ചാലിൻ്റെ മേളിൽ ഒരു തുണിയെടുത്ത് വിരിച്ചിട്ടേ ഉള്ളൂ. അത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതി വിവേചന സംസ്കാരത്തിൻ്റെ മുകളിൽ ഒരു കമ്പളം എടുത്ത് വിരിച്ചതുപോലെ ഭരണഘടനയുള്ളൂ. അല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അഴിച്ചു പണിയേണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള കാര്യം ഇവിടുത്തെ ജഡ്ജിമാരറിഞ്ഞിട്ടില്ല. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കസേര തരുമോ? കോടതിയിൽ അവിടെ കൂടാണ് ഇപ്പോഴും ഉള്ളത്. എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യമൊക്കെ? വെറുതെ പറയല്ലേ. അവിടെ ഒന്നുമില്ല. ചെറിയൊരു ഏരിയ ഒന്ന് ഉണർന്നിട്ടേ ഉള്ളൂ. നായർ മാട്രിമോണിയലില്ലേ, അത് വേടം പറഞ്ഞിട്ടുണ്ടായതാണ്. ഈഴവ മാട്രിമോണിയലില്ലേ, വെജിറ്റേറിയന്മാർക്ക് മാത്രമേ ഈ വീട് കൊടുക്കത്തുള്ളൂ എന്ന് എഴുതി വയ്ക്കത്തില്ലേ? ഇത്രയും വിവേചനമുള്ള ഒരു നാട്ടിലിരുന്നുകൊണ്ട് ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ പോയിട്ടൊരു, നിങ്ങൾക്ക് ഞാൻ ചുണയായിട്ട് പറയാം, നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്ത് കാണിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാനാണ്, എനിക്കൊരു വീട് തരണമെന്ന് പറഞ്ഞു ഇവിടുത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ഒരു വീടൊന്നെടുത്ത് തരത്തില്ല. എൻ്റെ എത്ര കൂട്ടുകാരെന്നോട് ചോദിക്കും ഒരു വീടെടുത്ത് കൊടുക്കുമെന്ന്. പിന്നെ ഏത് സ്വാതന്ത്ര്യത്തിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത്? നമ്മൾ തിന്നുന്ന ഭക്ഷണം തിന്നാൻ പറ്റാത്ത വടക്കേണ്ടി പോയി കഴിഞ്ഞാൽ തിന്നാക്കത്തില്ല, പിടിച്ചടിച്ച് അടി. അതുകൊണ്ട് അതൊന്നും പറയണം വെറുതെ, അങ്ങനത്തെ ഒന്നുമില്ല. ആ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ വന്നിട്ടില്ല എന്നുള്ള പാട്ടേ അവൻ പാടിയിട്ടു. വേടൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേടനുള്ള കാര്യം പറഞ്ഞു എന്നുള്ളൂ. മണി കെട്ടി, പൂച്ചയ്ക്ക് മണി കെട്ടി, അത്രയേ അത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വേടനോട് ആ നിലവാരത്തിൽ കടപ്പെട്ടവരാണ്. ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യം അതിൻ്റെ മുകളിൽ ഈ തുണിയിട്ട് വിരിച്ചിട്ട് ഇവിടെ എല്ലാം നേരെയായെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനേക്കാളും അതെല്ലാം വലിച്ചു പുറത്തിട്ട ആളാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ജാതി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഓണർക്കില്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നടന്ന സ്ഥലമാണ്. പെമ്മക്കൾ ഇഷ്ടമുള്ളവരെ പ്രണയിച്ചപ്പം ഞെക്കിക്കൊന്ന പാർട്ടികളെല്ലാം ഇരിക്കുന്ന വീടുകളിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ വീട്ടിലും പോയി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുമോ വീട്ടുകാർ? ഇല്ല. ഇതൊക്കെ കറക്റ്റ്. ഇതെന്തിനാണ് പിന്നെ ഇതൊക്കെ പറയാം നമ്മൾ? അതുകൊണ്ട് ഇതൊക്കെ മാറിപ്പോയി, ഇവിടെയൊക്കെ നേരെയായി എന്നൊക്കെ പറയാതെ അഴിച്ചു പണിയാണ്. ക്യാൻസർ പോലെ ആണ് ഇരിക്കുന്നത്. നിങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വീട്ടിലും ജോലി ചെയ്യാൻ വരുന്നവരെ പുറകെ കൂടെ കയറ്റുന്ന വീടുകളാണ്. അവർക്ക് പ്രത്യേകം കക്കൂസും പ്രത്യേകതൊക്കെ. വർണ്ണവെറിയരാണ് മലയാളികൾ മുഴുവൻ. വർണ്ണവെറിയരാണ്. അത്ര മോശപ്പെട്ട മനുഷ്യരുടെ നടുവിൽ അതെല്ലാം പോയി എന്നൊക്കെ അഭിനയിക്കണ്ട. 100 കണക്കിന് വേടന്മാർ പാടേണ്ടതുണ്ട് ഇനി. അല്ലാതെ ഒരു വേടനൊന്നും പാടിയാൽ പോലെ. അത്രത്തോളം മാലിന്യം നിറഞ്ഞ മനസ്സുകളുള്ള ജീവികളാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ 100 കണക്കിന് വേടന്മാർ പാടിയാൽ ഇവിടെ പാടുന്നെന്ന് പറഞ്ഞാൽ മണി കെട്ടുന്ന പോലെ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ വേടന്റെ പാട്ട് അവരെ അതിനകത്തുനിന്ന് മാറ്റില്ല. എന്തുകൊണ്ടാണ് മാറ്റിയത്? പറ, നിങ്ങൾ പറ. ജാതി അത്രത്തോളം ശക്തമാണെന്നുള്ളതിന് തെളിവാണത്. അതുകൊണ്ട് അതൊന്നും പറയേണ്ട. അമ്പലത്തിലൊക്കെ പോയാൽ ആ പൂജാരിമാര് നിങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു തരുമല്ലേ, എറിഞ്ഞു തരുമല്ലേ. അധമരുടെ ലോകമാണത്. അധമത്വമാണ് ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പഠിപ്പിക്കുന്നത്. വണങ്ങാനും നമസ്കരിക്കാനും നിസ്കരിക്കാനുമാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ പഠിപ്പിക്കത്തില്ല. ഞാനൊന്നും അതിനകത്തൊക്കെ കയറത്തില്ല. മാലിന്യ സ്ഥലങ്ങളാണ് അമ്പലവും പള്ളിയും എന്നറിയുന്ന ആളാണ്. മാലിന്യം ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്ന കക്കൂസുകളാണ്. അവിടെ എല്ലാവരും പോകും. നിങ്ങൾ തന്നെ ആലോചിക്കേ, എല്ലാവരെയും പോക്കാൻ പറ്റുന്ന ഒരു ആരാധനാലയം നാട്ടിലുണ്ടോ? എല്ലാവരും കയറുന്ന ബസ് സ്റ്റോപ്പുണ്ട്, എല്ലാവരും കയറുന്ന ബസ്സുണ്ട്, എല്ലാവരും കയറുന്ന കക്കൂസുകളുണ്ട്.
ഇതൊക്കെയാണ് ഏറ്റവും ആധുനികമായ നല്ല സ്ഥലങ്ങൾ. പൊതുയിടങ്ങൾ, പൊതുവായ എല്ലാവരും തുല്യരായി കാണുന്ന സ്ഥലങ്ങളായി ഈ പറയുന്നതൊക്കെ. അല്ലാതെ അമ്പലവും പള്ളിയൊന്നും അല്ല, മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങളാണ്, അധമ സംസ്കാരമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവരുടെ വായിക്കകത്തൂടെ വേടനെ വിലയിരുത്തണ്ട. പാരമ്പര്യത്തെ ആധുനികതയിൽ സംയോജിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പോഴും പാദപൂജ എന്ന് പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ നിലനിന്ന് പോകുന്നുണ്ടല്ലേ? ഇപ്പൊ ഈ നിലനിന്ന് പോകുന്നതല്ല, അത് പുതിയതായിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ. അത് വടക്കേ ഇന്ത്യയിലെ BJP ഭരിക്കുന്നുണ്ട്. രാമക്ഷേത്രം ഉണ്ടാക്കിയ BJPക്കാർക്ക് മനുഷ്യരെ, ഇവിടുത്തെ ഇന്ത്യക്കാരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നുള്ള ധ്രുവീകരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാക്കി മതത്തിൻ്റെ യുക്തിക്കകത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതെല്ലാം ഉണ്ടാകുന്നത്. കേരളത്തിലില്ലായിരുന്നു. അതെ, അത് കൊണ്ടുവരുന്നതാണ്, അവർ ബോധപൂർവം കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ മുകളിലൊക്കെ പാരമ്പര്യം, വലിയ സംസ്കാരമാണ്, അടിമത്തം പഠിപ്പിക്കുന്ന സംസ്കാരമാണ്. വായിച്ചുകൂടാത്ത ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ, അടിമകളുടെ ഗ്രന്ഥങ്ങളാണ്. ഈ ആളുകളെ കാലയിൽ നമസ്കരിക്കേണ്ട ആവശ്യം എന്താണ്? എന്ത് കാരണം കൊണ്ടാണ്? അറിവ് പകരാൻ. ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ രണ്ട് പേര് ഒരേപോലത്തെ കസേരയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇത് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ എൻ്റെ തറയിലിരിക്കണം. ഈ തറയിലിരിക്കുന്ന സംസ്കാരം തിരിച്ചു പിടിക്കാനാണ് അവന്മാർ ശ്രമിക്കുന്നത്. നിഷേധിക്കേണ്ടതാണ്. ആ സ്കൂളൊക്കെ പൂട്ടേണ്ടതാണ്. ആ സ്കൂൾ പൂട്ടേണ്ടതാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ. അല്ലാതെ അത് ഇന്ത്യൻ സംസ്കാരമാണെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യ ലോകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഇന്ത്യ. എന്നാൽ പിന്നെ നമ്മൾ ഭരണഘടന എഴുതണ്ടായിരുന്നല്ലോ. ഇവന്മാരുടെ സംസ്കാരം മെച്ചമായിരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണഘടന എഴുതിയത്? വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഭരണഘടന ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. ഇതുപോലുള്ള അധമ സംസ്കാരങ്ങൾ നാട്ടിലുണ്ടാകാതിരിക്കാൻ. ഗുരുത്വവും ശിഷ്യത്വവും അല്ല നമുക്ക് ആവശ്യമുണ്ട്, തുല്യതയാണ് ആവശ്യം. പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ലോകം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അല്ല പാദപൂജ എന്നൊക്കെ പറയുന്ന ഒരൊറ്റ തൊഴി വെച്ച് കൊടുക്കണം ഇവനൊക്കെ. എന്ത് രസമെന്നാണ്. ആ സ്കൂളൊക്കെ പൂട്ടേണ്ടതാണ്, നടപടി എടുക്കേണ്ടതാണ്. ധൈര്യമില്ലാത്ത ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അത് നിരോധിക്കേണ്ട സാധനമാണ്. അത് നമ്മളങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അത് കടുത്ത കൃത്യവിലോപമാണ്. ഭരണഘടനയുടെ സ്പിരിറ്റിന് മുഴുവൻ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണത്. ആ സ്കൂളൊക്കെ പൂട്ടണം, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ആ കുട്ടികളെയൊക്കെ അവിടുന്ന് മോചിപ്പിക്കണം. തടവറയിൽ കഴിയുന്ന കുട്ടികളാണ് അവരെ കുട്ടികളെ തത്തമ്മയെ പൂച്ച പോലെ പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കും. ഞങ്ങൾ ഇത് ഭയങ്കര സന്തോഷത്തോടെ ചെയ്തത്. എല്ലാ ഭാര്യമാരും പറയും. ഭർത്താവ് എന്നെ അടിക്കുന്ന ഭാര്യ പറയാറുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് എന്നെ തല്ലുമ്പോൾ നിങ്ങളെന്തിനാണ് ഇടപെടുന്നതെന്ന്. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ നിയമമുള്ള നാടാണ് അത്. അവർ പറഞ്ഞത് നിൽക്കുന്നതല്ലത്. ക്രിമിനൽ കുറ്റത്തിന് ഇപ്പോൾ ഒരാളെ അടിക്കുമ്പം ഞാനങ്ങ് പുറത്തു എന്ന് പറഞ്ഞാൽ തീരത്തില്ലത്. ഒരു പൗരനെ വേറൊരു പൗരനെ അടിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിയമമുള്ള നാടാണ്. ഇതേപോലെയാണ് അധമത്വം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിക്കൂടാത്തതാണ്. തുല്യത പഠിപ്പിക്കുന്ന സമൂഹമാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ഇവന്മാരുടെ ഈ പഴഞ്ചൻ യൂസ്ലെസ് ആയിട്ടുള്ള ഈ ഭഗവത്ഗീതയും ഈ രാമായണവും മഹാഭാരതവും ഒക്കെ എടുത്ത് തോട്ടിക്കളയേണ്ട സ്ഥലങ്ങളാണ്. അത് ചരിത്ര പുസ്തകങ്ങളാണ്. പണ്ട് മനുഷ്യരെങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അല്ലാതെ അതൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന പുസ്തകങ്ങളല്ല. നീചത്വം പഠിപ്പിക്കുന്നതാണ്. മറ്റു മനുഷ്യരെ വെറുക്കാന്, മറ്റു മനുഷ്യരെ അടിച്ചമർത്താന്, ഒളിച്ചു നിന്ന് ബാലിയെ കൊല്ലുന്ന അല്ലയോ രാമൻ്റെ എന്ത് അതിനകത്ത് നിന്നൊക്കെ പഠിക്കുന്നത്? നമ്മൾ തന്നെ ആലോചിക്കുക. സഹോദരങ്ങൾ തമ്മിൽ അടിച്ചു ചാകുന്നതാണ് മഹാഭാരതത്തിൻ്റെ കഥ. എന്താണ് പഠിക്കുന്നത്? നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. അന്യര് പോലും അല്ല, സ്വന്തം വീട്ടിലുള്ളവർ തമ്മിൽ അടിക്കുന്ന കാര്യം വലിയ സംഭവമായിട്ട് മാനസികമായ വികാസം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഭഗവത്ഗീതയും കൂടെ അതിനകത്ത് കയറ്റി വെച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നത്. എന്ത് പറയുന്ന സൈക്കോളജിക്കൽ ഡിസ്കഷനാണെന്നൊക്കെ അങ്ങോട്ട് പറയും. പക്ഷെ ഉത്തരാഖണ്ഡ് സർക്കാർ ഇപ്പോൾ അവിടുത്തെ വെറുതെ ജാതി ഞാനുണ്ടാക്കിയതാണെന്ന് പറയുന്ന ന്യായം പറയുന്ന ഗ്രന്ഥമാണത്. അവിടുത്തെ സ്കൂളുകളിൽ ഇത് നിർബന്ധമാക്കുന്നുണ്ടല്ലോ. അതാണ് ഞാൻ ഈ പറയുന്നത്. അവർ പഴയ ലോകത്തേക്ക് നമ്മളെ തിരിച്ചുപോയി. എന്താണ് ഭരണഘടനയ്ക്ക് മുമ്പുള്ള കാലം തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്ന സാധനമാണ്. കേരളത്തിന് അത് അനുവദിച്ചുകൂടാതെ. വടക്കേ ഇന്ത്യ നമുക്ക് രക്ഷിക്കാനൊന്നും നോക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പണിയെടുത്തുണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യം. അത് വിട്ടുകൊടുത്തുകൂടാ. ചെറുക്കേണ്ടതാണ്, അത് എതിർക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥന അതുപോലെ തന്നെയല്ല. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് എന്നേ നിരോധിക്കേണ്ടതാണ്.
അവിടെ ഭരണഘടന പഠിപ്പിക്കേണ്ടതല്ല, ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. പൗരൻ എങ്ങനെ ഉണ്ടാകണമെന്നും പൗരൻ എങ്ങനെ പെരുമാറണമെന്നും പൗരനായിട്ട് എങ്ങനെ ജീവിക്കണമെന്നും പഠിപ്പിക്കേണ്ടതല്ലേ. ഇത് പഠിപ്പിക്കാതെ 18ാമത്തെ വയസ്സിൽ എങ്ങനെ വോട്ട് കൊടുക്കും? രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന സ്കൂളാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ജനാധിപത്യത്തിനകത്തെ പൗരൻ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്ര അവബോധം വേണം, ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി മാറേണ്ടതുണ്ട്. ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണ്. ഇത് പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് പ്രാർത്ഥന, ദൈവം തമ്പുരാൻ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്തെന്ന് പറയുന്നത്? എവല്യൂഷൻ എങ്ങനെ പഠിപ്പിക്കും? ക്ലാസ് റൂമിനകത്ത് സയൻസ് പഠിപ്പിക്കുമ്പോൾ എവല്യൂഷൻ പഠിപ്പിക്കണം. രാവിലെ എണ്ണീറ്റിട്ട് പ്രാർത്ഥനയാണ്, ദൈവം രക്ഷിക്കും, ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രാകൃതമായ ലോകമാണ്. തറയിൽ കിടന്ന് ഉരുളുക ഈ അമ്പലത്തിലല്ല. അമ്പലമെല്ലാം മ്യൂസിയം ആക്കി ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. അവിടെ നിന്ന് അതിന് ചുറ്റിനും കച്ചവടം നടത്തുന്ന കടകൾക്ക് വേണ്ടി ഉത്സവം നടത്താം. ഉത്സവമൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ സാംസ്കാരിക ഉത്സവമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ അവിടുത്തെ ആരാധന, ഈ തൃശ്ശൂർ പൂരത്തിന് പോകുന്നത് അവിടുത്തെ അമ്പലത്തിൽ പോകുന്നവരാണോ? നമുക്ക് തന്നെ അറിഞ്ഞൂടെ അങ്ങനെയല്ലെന്ന്. അതുകൊണ്ട് അതൊക്കെ ആഘോഷങ്ങളുടെ ലോകങ്ങളാണ്. അതൊക്കെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ വേറെ ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതിനേക്കാളും നല്ല അത് നടത്തിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഈ ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് പഠിപ്പിക്കേണ്ടത്. അത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ ആളുകളെ വീണ്ടും അടിമകളാക്കി മാറ്റുന്ന ഇത്തരത്തിലുള്ള ഏത് സാധനത്തിനെയും നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. നിയമപരമായി അത് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിവില്ലാത്ത ഗവൺമെൻറ്റുകൾ ഉണ്ടാകുന്ന വഴിയാണ് ഇത് നടന്നു പോകുന്നത്. അവന് ഈ യുവന്മാരുടെയൊക്കെ വോട്ട് വേണമെന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ് ഇത് പറയാത്തത്. വേറൊരു ഉത്തരവില്ല ഇതിനകത്ത്. കണിശമായിട്ടും നമ്മൾ ഈ കോടതി കേസ് കൊടുക്കണമെന്ന് പറയുന്നത് കോടതിക്കകത്ത് ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയായത് കാരണം കൊണ്ടായി ഇതിന് കോടതി പോകാൻ പറ്റാത്തത്. ഇത് പ്രചാരണം നടത്തി ജനങ്ങളുണ്ടായിട്ട് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞ് അതിനകത്ത് കുട്ടികളെ വിടാതിരിക്കാൻ, അത്തരത്തിലുള്ള സ്കൂളുകളിൽ കുട്ടികളെ വിടാതാക്കേണ്ടതാണ് പണിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഈ സ്കൂളിലെ സമയം അതിൽ മാറ്റം വന്നല്ലോ. രാവിലെ 15 മിനിറ്റ് കൂട്ടി വൈകുന്നേരം. ഞാൻ പറഞ്ഞല്ലേ, ആ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു ഗവൺമെന്റ് എടുക്കുന്ന സാധനത്തിനകത്ത് ഒരു മതവിശ്വാസത്തിനും ഇടപെടാൻ അനുവദിച്ചുകൂടാത്തതാണ്. മതം പഠിപ്പിക്കാനൊന്നും അല്ല ഈ നാട്ടിലുണ്ടാകുന്നത്. അത് രാജാക്കന്മാർ ഈ അടിമത്തം പഠിപ്പിക്കുന്നതിനാണ് മതം പഠിപ്പിക്കുന്നത്. അടിമത്തം പഠിപ്പിക്കാനല്ല മതങ്ങൾ വേണ്ടത്. അവരെ വേണ്ട. അവര് ഭരണഘടനയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസിക്കാമെന്ന് പറയുന്നതും നിങ്ങൾക്ക് ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കാമെന്ന് പറയുന്നത് വിശ്വാസങ്ങൾ മെച്ചമായതുകൊണ്ട് പറയുന്നതല്ല. ഇന്നത്തെ അവസ്ഥയിൽ അവരങ്ങനെ ആയത് കാരണം കൊണ്ട് തുടരട്ടെ എന്ന് പറയുന്നത് മാത്രമാണ്. പ്രൈവറ്റായ ഒരു സ്ഥലമായിട്ട് അത് നിൽക്കട്ടെ എന്ന് പറയുന്നതാണ്. ഒരു ദിവസം കൊണ്ട് ആൾക്കാർക്ക് പൗരനാകാൻ ഒക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് പറയുന്നതാണ്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പവിത്രമായി ഇരിക്കുന്നതുകൊണ്ടല്ല. മതത്തിനകത്ത് ഇരിക്കുന്ന മുഴുവൻ മാലിന്യമാണ്, അധമ സംസ്കാരമാണ്. അത് ഏതെങ്കിലും ഒരു മതമല്ല, എല്ലാ മതങ്ങളും അധമത്വമാണ് പഠിപ്പിക്കുന്നത്. ഒരെണ്ണത്തിന് കുമ്പിടാനും നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഒന്നിച്ച് തുല്യരായി ഇരിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഭരണഘടന. ഭരണഘടനയെ പഠിപ്പിക്കാത്ത ക്ലാസ് റൂംസ് ഇനി ഉണ്ടായിക്കൂടാന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലാതെ മതവിശ്വാസം എന്തോ വലിയ സേക്രഡാണ്, വലിയ സംഭവമാണെന്നാണ്, ചത്തുപോയിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതിനല്ലേ അവനെല്ലാം പറയുന്നത്. ഇവിടെ ജീവിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സമയത്ത് എൻ്റെ മാനുവൽ ഇൻസ്ട്രക്ഷനായിട്ട് ഏതെങ്കിലും കൊച്ചു വന്നിട്ടുണ്ടോ എങ്ങനെ ജീവിക്കണമെന്ന്? ഒന്നുമില്ലല്ലോ. ചത്തട്ട് ജീവിക്കുന്നതിനെ പറ്റി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്? അവിടെ ചെല്ലുമ്പോൾ ചെയ്താൽ പോരെ? ഇവിടെ ജനിച്ചിട്ട് ഇവിടെ പഠിച്ചില്ലേ? ഇതൊക്കെ നമുക്ക് എത്ര അസംബന്ധം പിടിച്ച യുക്തികളാണ് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ബാക്ടീരിയ തിന്നും, അല്ല വേറെ എന്തോ സംഭവിക്കുന്നത്? വേറെ ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ഇന്ന് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ തിന്നില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള ജീവികൾ തിന്നും എന്നുള്ളതല്ല. വേറെ ഒന്നുമില്ലേ മരണം ശേഷം? മരിക്കുന്നത് തുടരുന്നത്, മരണത്തിൽ നിന്ന് മോചിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളിലൂടെ ജീവിക്കുന്നത് വഴിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പല കാര്യമുണ്ടോ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ടത്? നമ്മൾ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യം? ഇത് വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന കാര്യമല്ലേ? ജനിതകമൊക്കെ അറിഞ്ഞുവിടാത്ത കാലത്തുണ്ടായതാണ് ഈ മതവിശ്വാസമൊക്കെ. അതൊക്കെ എടുത്ത് തോട്ടിക്കളയണം. അത് മതി. എനിവേ, ഒരുപാട് സന്തോഷം മൈത്രേനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞത്. കാരണം മൈത്രേൻ്റെ നിലപാടുകളോട് ആദ്യമൊക്കെ കുറച്ചൊരു വർഷം മുന്നുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മൈത്രേൻ പറയുന്നതാണ് സത്യം എന്ന് ഞാനും മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം മൈത്രേയ. താങ്ക് യു സോ മച്ച്.